മോർണിംഗ് ഗൈസ്, വണ്ടി ഓണാക്കുകയാണ്. വണ്ടി ഇപ്പം 100% ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ വണ്ടിയുടെ നമ്മൾ റീസെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് റീസെറ്റായി. വണ്ടി 00 ആയിട്ടുണ്ട്. ഓക്കെ, മോഡ് ഞാൻ സ്പോർട്സ് റീജനറേഷൻ ഹെവി. ഹായ്, നമ്മളിവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇന്ന് ആക്ച്വലി ഒരു അത്യാവശ്യം ഒരു 300 കിലോമീറ്റർ അടുപ്പിച്ച് യാത്രയുണ്ട്. ഈ വണ്ടി ബേസിക്കലി വിൻസറാണ്. വിൻസറിൻ്റെ ആദ്യം ഇറങ്ങിയ മോഡലാണ്. 38 കിലോ വാട്ടിൻ്റെ ബാറ്ററിയുള്ള മോഡലാണ്. അപ്പം ഞാനിപ്പം വണ്ടി വാങ്ങിച്ചിട്ട് 2024 ഡിസംബറിലാണ് ഈ വണ്ടി വാങ്ങിയത്. അതായത് ബേസിക്കലി വണ്ടി ഇറങ്ങിയ സമയത്തുള്ള മോഡലായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു 1.5 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഇപ്പം നല്ലപോലെ ഈ വിൻസർ അത്യാവശ്യം നല്ലപോലെ മാർക്കറ്റ് റോഡിൽ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിൻസർ ചൂസ് ചെയ്തത്? ഇത്രയാണ് ഇതിൻ്റെ റേഞ്ച്. ഞാനിന്ന് എൻ്റെ ഒരു കൊളീഗിൻ്റെ കല്യാണമുണ്ട് കായംകുളത്ത്. ഞാൻ ആദ്യം കായംകുളത്ത് പോവാം. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ കായംകുളത്തു നിന്ന് പാലക്കാട്, വൈഫ് ഹൗസ് പാലക്കാടാണ്, അപ്പോൾ പാലക്കാട് പോവുക. അതാണ് ഇന്നത്തെ എൻ്റെ യാത്ര ബേസിക്കലി. അപ്പോൾ ഇവിടുന്ന് കായംകുളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു 50 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് പാലക്കാട് അറൗണ്ട് 245 കിലോമീറ്ററോ ആ ഒരു റേഞ്ചാണ്. ബേസിക്കലി ഒരു 300 കിലോമീറ്ററിന് മേളിൽ വരും. അപ്പം ഒറ്റ ചാർജിൽ നമുക്കിപ്പം 320 ചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ചാർജ് ചെയ്യുമ്പോൾ കാണിക്കണം വണ്ടിയിൽ. അത് കിട്ടുമോ എന്നറിയാനും കൂടിയാണ്. സാധാരണ കിട്ടാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇത്രയും ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും കിലോമീറ്റേഴ്സ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെ വളരെ ചുരുക്കമാണ്. യൂഷ്വലി എൻ്റെ ഡ്രൈവ് കോട്ടയം പാലക്കാടാണ് ലോങ് ഡ്രൈവ്സ് വരാറ്. അപ്പം അത് കൂടിയാൽ ഒരു അറൗണ്ട് 210-220 കിലോമീറ്റേഴ്സ് ഉള്ളിൽ നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കിലോമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 330-340 വരെയൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ നമ്മളുടെ ഡ്രൈവിങ്ങിൻ്റെ രീതി അനുസരിച്ചിരിക്കും. പിന്നെ ഈ വിൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്കറിയില്ല ബാക്കിയുള്ള ടാറ്റ വണ്ടികൾക്കൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഈ ഓഡോമീറ്ററിൽ നമ്മുടെ റേഞ്ച് കാണിക്കുന്നത്. പ്രീവിയസ് ഡ്രൈവിനനുസരിച്ചിട്ട് നല്ലപോലെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഡ്രൈവിൽ 100% ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത റേഞ്ച് കാണിക്കുമ്പം അത്യാവശ്യം നല്ല റേഞ്ച് കാണിക്കും. കുറച്ച് റാഷ് ഡ്രൈവിംഗ് ആണെങ്കിൽ കുറച്ച് റേഞ്ച് കാണിക്കും. അങ്ങനെയാണ് നോർമലി ചില വണ്ടികൾ കാണിക്കുന്നത്. പക്ഷേ ഈ MGയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുമെന്ന് പറഞ്ഞാലും അതിനകത്ത് കാണിക്കുന്ന റേഞ്ച് 320 കിലോമീറ്ററാണ്. ടാറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇക്കോയിലിടുമ്പം ഒരു റേഞ്ച്, വിത്ത് AC ആണെങ്കിൽ ഒരു റേഞ്ച് കാണിക്കും. സ്പോർട്സ് മോഡിലിടുവാണെങ്കിൽ വേറൊരു റേഞ്ച്, കുറച്ച് റേഞ്ച്. സിറ്റി മോഡാണെങ്കിൽ കുറച്ചുകൂടെ ഇക്കോയി കഴിഞ്ഞ് കുറച്ചുകൂടെ കുറഞ്ഞ റേഞ്ച്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് വണ്ടി നമ്മൾ 100% ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഏത് മോഡ് മാറ്റിയാലും ഇതിനകത്തൊരു ആ ഒരു 320 കിലോമീറ്റേഴ്സ് ഉള്ള റേഞ്ച് മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ നമ്മുടെ റേഞ്ച് അതിനകത്ത് വേരി ചെയ്യുന്നത് ബേസിക്കലി നമ്മളുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ്. എനിക്ക്
പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്, ഞാൻ ഇക്കോ മോഡലിട്ടിട്ട് വണ്ടി ഓടിക്കാറില്ല. ഞാൻ നോർമലും സ്പോർട്സും മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ. റീജനറേഷൻ ഹെവിയാണ് ബൈ ഡീഫോൾട്ട് കിടക്കുന്നത്. അത് ചേഞ്ച് ചെയ്യാറില്ല. ബേസിക്കലി എല്ലാം കൂടെ ചേഞ്ച് ചെയ്ത് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോറാണല്ലോ. അപ്പം എനിക്ക് ഇക്കോ മോഡിൻ്റെ കാര്യം എനിക്കറിയില്ല. സ്പോർട്സിലാണ് എനിക്ക് നോർമലിനെ കഴിഞ്ഞ് കൂടുതൽ റേഞ്ച് കിട്ടാറ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റാഷ് ഡ്രൈവിങ് നമുക്ക് റേഞ്ച് കിട്ടാൻ വേണ്ടി ആൾക്കാർ വളരെ സ്ലോയിൽ പോകാറുണ്ട്. പക്ഷേ ഈ സ്പോർട്സ് ഇട്ട ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ സ്ലോയിൽ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആക്സിലേറ്ററിൽ പെഡലിൽ കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടിക്ക് നല്ല സ്പീഡാവും. അപ്പോൾ നമ്മുടെ ഈ സ്പീഡോമീറ്ററിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ പോവുക ചെയ്യാം. നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ പവർ കയറത്തുമില്ല. അപ്പോൾ നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടാനും ചാൻസ് ഉണ്ട്. അതാണ് സ്പോർട്സ് മോഡിൽ. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇക്കോ മോഡിൽ ഇടുവാണെങ്കിൽ നമ്മൾ വണ്ടി പവർ കിട്ടണമെങ്കിൽ കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കണം. അപ്പോൾ നമുക്ക് പവർ കൂടുതൽ കൺസ്യൂം ചെയ്യും. പക്ഷേ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഇപ്പം ഏതെങ്കിലും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ സ്പോർട്സ് മോഡിനെ കഴിഞ്ഞ് കൂടുതൽ നമ്മൾ ആക്സിലേറ്റർ പെഡലിൽ കാലമർത്തണം. അപ്പം ഇൻ എഫക്റ്റ് നമ്മുടെ വണ്ടിയുടെ പവർ കൺസംഷൻ കൂടും. പക്ഷേ സ്പോർട്സ് മോഡാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം ഇതാവും. ആ ഒരു ലീനിയർ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടും. ഞാനിപ്പം തന്നെ ഇതൊരു ജസ്റ്റ് ഒരു ചെറിയൊരു കയറ്റമാണ്. അപ്പം ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ 9 പവർ കാണിക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ 40 പോകുന്നുണ്ട്. പിന്നെ ഞാൻ എന്തുകൊണ്ട് വിൻസർ വാങ്ങി എന്നുള്ളതിന് ആക്ച്വലി എനിക്ക് ഇലക്ട്രിക് വണ്ടിയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ വിൻസർ വാങ്ങുന്നതിന് മുമ്പ് ക്രെറ്റയാണ് യൂസ് ചെയ്തത്, ഹുണ്ടയുടെ ക്രെറ്റ അത്യാവശ്യം നല്ല വണ്ടിയായിരുന്നു. അതായത് നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആണ് വണ്ടി, നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ്. ക്രെറ്റയുടെ പെട്രോൾ വേർഷനാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് ഒരു മന്ത്ലി എങ്ങനെ പോയാലും ഒരു 10,000 12,000 ആ ഒരു റേഞ്ചിൽ ഒരു ഇതാവുമായിരുന്നു, ഒരു പെട്രോളിൻ്റെ കൺസപ്ഷൻ ആവുന്നുണ്ടായിരുന്നു. അപ്പം ഇലക്ട്രിക് വണ്ടികളൊക്കെ ഇറങ്ങി, ടാറ്റയുടെ വണ്ടികളെ കുറിച്ചൊക്കെ ഒത്തിരി കംപ്ലയിൻറ്റ്സ് ഒക്കെ ഇട്ടു. MGയുടെ കോമറ്റ് ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് ഇത് രണ്ടുമായിരുന്നു. നമ്മുടെ മഹീന്ദ്രയുടെ BE6ഉം XEV9 ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പേപ്പറിലൊരു ജസ്റ്റ് ഒരു ആഡ് കണ്ടത്. MGയുടെ പുതിയൊരു വിൻസർ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. ഭയങ്കര ക്യാബിൻ സ്പേസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് മോഡലിലുള്ളൊരു വണ്ടിയാണ്. അതിന് 9.9 lakhs ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്, വിത്ത് ബാറ്ററി ആസ് എ സർവീസ് ഓപ്ഷൻ. അപ്പോൾ എന്താണ് ബാറ്ററി ആസ് സർവീസ് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ ആഡ് കണ്ടപ്പം ആരാണെങ്കിലും അട്രാക്റ്റഡ് ആവും. കാരണം 9 ലക്ഷം 10 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി കിട്ടുക, പിന്നെ ഓടുന്നതിനനുസരിച്ചിട്ട് ബാറ്ററി നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട, വണ്ടി ഓടുന്നതിനനുസരിച്ചിട്ട് കിലോമീറ്ററിന് ഇത്ര റേഞ്ച്, ഇത്ര 3 രൂപ 50 പൈസ 2 രൂപ 50 പൈസ അങ്ങോട്ട് കുറച്ച് കൊടുത്താൽ മതി. അപ്പം ബേസിക്കലി നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നി. കാരണം നമുക്ക് പെട്രോൾ അടിക്കുന്ന വെച്ച് നോക്കുവാണെങ്കിൽ ലാഭമാണല്ലോ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാനായിട്ട് MGയിൽ വിളിച്ചു. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യണേ. അപ്പം എറണാകുളത്തെ കോസ്റ്റ് ലൈൻ ആണ് MGയുടെ മെയിൻ ഷോറൂം ഉള്ളത്. അപ്പം അവിടെ ഞാൻ വിളിച്ചു. അവിടെ എൻ്റെ എനിക്കറിയാവുന്ന ഒരാൾ അവിടെ സെയിൽസ് മാനേജർ ഉണ്ടായിരുന്നു. ഓഫീസിലേക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇലക്ട്രിക് വണ്ടിയൊക്കെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആളെ വിളിച്ചപ്പം ആളിങ്ങനെ പറഞ്ഞു, സാർ ഓട്ടോ ഉണ്ടെങ്കിൽ എടുക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഓപ്ഷനാണ് വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ച് ഈ ബാസിനെ കുറിച്ചിട്ട് അവർക്കും കാര്യമായുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ ബാസ് എന്ന് പറഞ്ഞ ഒരു ഗിമ്മിക്കാണ്, കമ്പനികളുടെ ഒരു ഗിമ്മിക്കാണെന്ന് മനസ്സിലായത്. കാരണം വണ്ടിക്ക് നമ്മളൊരു
ഒരു ലോൺ എടുക്കുന്ന പോലെ ഫിനാൻസ് ചെയ്യുന്ന പോലെ തന്നെ ബാറ്ററിക്ക് വേറൊരു ഫിനാൻസ് ചെയ്യുന്നു. അതും ഈ ബാസിൻ്റെ ഇതിനും വിത്ത് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഓടുന്ന കിലോമീറ്ററിന് മാത്രമാണ് ബാറ്ററിക്ക് ഒരു പർട്ടിക്കുലർ ഒരു റേറ്റ് ഇട്ട്, ഒരു 3.5 ലക്ഷം അല്ല 4 ലക്ഷം രൂപ റേറ്റ് ഇട്ടിട്ട് അതിനെ ഡിവൈഡഡ് ബൈ ഓടുന്ന കിലോമീറ്റേഴ്സിനാണെങ്കിൽ നമുക്ക് ഓക്കെ, അങ്ങനത്തെ ഒരു ജെനുവിനിറ്റി ഉണ്ട്. പക്ഷേ ഇത് അതുമല്ല, അതിനകത്ത് വീണ്ടും ഇൻട്രസ്റ്റ്, ഈ 3.5 ലക്ഷം 4 ലക്ഷം എന്ന് പറഞ്ഞതിനകത്തും ഇൻട്രസ്റ്റോടെ കൂട്ടിയിട്ടാണ് അവർ നമ്മളെ ചാർജ് ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ സിവിൽ സ്കോർ അനുസരിച്ചിട്ട് 8%, 9%, 10%, 12% വരെ ആവാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാറ്ററിക്ക് വേണ്ടി ഒരു ലോൺ എടുക്കുന്നു, വണ്ടിക്ക് വേണ്ടി വേറൊരു ലോൺ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറൊരു പ്രത്യേകിച്ചൊരു ബെനിഫിറ്റും ആസ് എ കസ്റ്റമർ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാസ് കൊടുക്കുന്ന ഫിനാൻസ് സ്ഥാപനങ്ങൾ 1, 2, 3 ബജാജ് ഫിനാൻസ് അങ്ങനെ 1, 2 ഉള്ളൂ, ടാറ്റ. അപ്പം അവരുടെ അടുത്തുനിന്ന് തന്നെ വണ്ടിക്കും ലോൺ എടുക്കണം. കാരണം നമ്മുടെ RC ബുക്കിൽ നമ്മളൊരു കമ്പനിയിൽ നിന്ന് ലോൺ എടുക്കുമ്പം ഹൈപ്പോത്തിക്കേഷൻ ചെയ്യുമല്ലോ. അപ്പോൾ RC ബുക്കിൽ ഒറ്റ ഫിനാൻസ് കമ്പനിയുടെ മാത്രമേ ഹൈപ്പോത്തിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മളിപ്പോൾ ഈ ബാസ് എടുക്കുവാണെങ്കിൽ ബജാജ് ഫിനാൻസിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടിയുടെ ലോണും എടുക്കേണ്ടി വരും. രണ്ടും അവിടെ നിന്ന് തന്നെ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് യൂഷ്വലി നമ്മൾ കൂടുതലും നമുക്ക് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നായിരിക്കും നമ്മൾ ലോൺ പ്രിഫർ ചെയ്യുക. കാരണം അവരുടെ വേറെ ഹിഡൻ ആയിട്ടുള്ള വേറെ ഇതൊന്നും കാണില്ല, നമുക്ക് ക്ലോസിങ് എളുപ്പമായിരിക്കും. അപ്പോൾ അതൊന്നും ഇവിടെ പറ്റില്ല. ഇവിടെ നമുക്ക് ബാസ് എടുക്കുവാണെങ്കിൽ ബജാജ് ഫിനാൻസിൽ നിന്ന് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ലോൺ, വണ്ടിയുടെ ലോൺ പ്ലസ് ഇതെല്ലാം പ്രോസസ് എല്ലാം വളരെ സിമ്പിളായിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഞാൻ ബാസിനെ കുറിച്ചുള്ള നമ്മുടെ യാത്ര അവിടെ അവസാനിച്ചു. പിന്നെ ബാക്കി എനിക്കെന്ന് ആ സമയത്ത് 13 ഇനാഗുറൽ ഓഫർ എന്തോ ഉണ്ടായിരുന്നു. അപ്പം 13.5 എന്തോ ആണ് ഫുൾ ഓപ്ഷനാണ് ഞാൻ പ്രിഫർ ചെയ്തത്. കാരണം ഫുൾ ഓപ്ഷനും ആകെ 3 വേരിയൻറ്റേ ഉള്ളൂ. അതിനകത്ത് ബേസ് വേരിയൻറ്റും സെക്കൻഡ് വേരിയൻറ്റും തേർഡ് വേരിയൻറ്റും അത് തമ്മിൽ വലിയ വ്യത്യാസമില്ല. ബേസ് വേരിയൻറ്റിന് അത്യാവശ്യം ഉള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വേരിയൻറ്റിലേക്ക് പോകുമ്പോഴും ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. നമുക്ക് മിക്കവാറും എല്ലാം ബേസ് വേരിയൻറ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഫുൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു 50,000 വർത്ത് ഒരു ഫാസ്റ്റ് ചാർജർ, 7.3 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ അവരതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അത് തന്നെ കാരണം ഒരു 1 lakh രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ ഈ വേരിയൻറ്റുകൾ തമ്മിൽ. 50,000 തന്നെ നമുക്ക് അതിനകത്ത് തന്നെ കിട്ടും. പിന്നെ നമുക്കൊരു പാനോരമിക് സൺറൂഫ് അല്ല, ഒരു ഗ്ലാസ് റൂഫ് കിട്ടും. പിന്നെ ഓഡിയോയുടെ കാര്യം പറയുവാണെങ്കിലും നമുക്കൊരു സബ് വൂഫർ നമുക്കിതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള മെയിൻ തേർഡ് വേരിയൻറ്റും സെക്കൻഡ് വേരിയൻറ്റും നമ്മുടെ ഡിഫറൻസ്. ബാക്കി ബാറ്ററി റേഞ്ച് എല്ലാ വേരിയൻറ്റും സെയിം ആണ്. അപ്പം ഞാൻ കരുതി ഏതായാലും 1 lakh ഡിഫറൻസ് അല്ലേ ഉള്ളൂ, അപ്പം ഏതായാലും ടോപ്പ് വേരിയൻറ്റ് തന്നെ എടുക്കാം എന്ന് കരുതി. അപ്പോൾ അങ്ങനെയാണ് ഈ വിൻസറിലേക്ക് വന്നത്. പിന്നെ ഫാമിലിയായിട്ട് ചെക്ക് ചെയ്തപ്പോഴും അവർക്ക് വണ്ടിയിലുള്ളിൽ കയറി ഇരുന്നപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണല്ലോ, വണ്ടി നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഈ ബാക്കിലത്തെ സീറ്റ്, റിയർ സീറ്റ് നമുക്ക് സാധാരണ ഒരു വണ്ടികളിൽ ഇല്ലാത്ത ഒരു ഓപ്ഷനാണ്. ഒരു 120 ഡിഗ്രി വരെ ഇൻക്ലൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ചാരിയിട്ടിട്ട് കിടക്കാൻ പറ്റും. ലോങ് ഒക്കെ പോകുമ്പോൾ ബേസിക്കലി ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ, ഒന്ന് ഉറങ്ങണമെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് ചാരിയിട്ടിട്ട്, ഒരുമാതിരി ഫ്ലാറ്റ് റൂഫ് പോലെ പറ്റില്ലെങ്കിൽ, ഒരു ഫ്ലാറ്റ് സീറ്റ് പോലെ പറ്റില്ലെങ്കിലും കുറച്ചൊരു 120 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ട് സുഖമായിട്ട് കിടക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം കംഫർട്ട് വൈസ് ഓക്കെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ വണ്ടി എടുത്തു കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് അത്യാവശ്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഫാമിലി വന്ന് വണ്ടി കണ്ടു, ഫാമിലിയായിട്ട് ഞങ്ങൾ പോയി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നോക്കിയപ്പം ഈവൻ ക്രെറ്റയുടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ആ സമയത്താണ്.
ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കണമെങ്കിൽ എങ്ങനെ വിളിച്ചാലും ഒരു അതായത് ഇത്രയും ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഓട്ടോമാറ്റിക് വണ്ടി, ജസ്റ്റ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ക്രെറ്റയുടെ ഓട്ടോമാറ്റിക് വേരിയന്റ് എടുക്കുമ്പോൾ തന്നെ ഒരു അറൗണ്ട് ഒരു 15 ലക്ഷം രൂപ ആവും. അതിൻ്റെ ക്രെറ്റയുടെ ടോപ്പ് വേരിയന്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു 20 ലക്ഷം രൂപ 22 ലക്ഷം രൂപ ഒക്കെ പ്രൈസ് ആവും. പക്ഷേ ഇതിന് ഞാൻ അന്ന് എടുത്തപ്പോൾ എനിക്കൊരു 17 ലാക്സിന് അടുത്തേ എനിക്കിതിനകത്ത് വന്നുള്ളൂ. പിന്നെ പ്ലസ് ബാക്കിയുള്ള ആക്സസറീസ് എല്ലാം കൂട്ടിയിട്ടാണെങ്കിലും എല്ലാം കൂടെ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു 17.5 അങ്ങനത്തെ ഒരു റേഞ്ച് ഇതിന് വരുന്നുള്ളൂ. അത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഇതിന് ക്രെറ്റയെ കഴിഞ്ഞും അത്യാവശ്യം സ്പേഷ്യസ് ആണ് വണ്ടി. ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. കാരണം ഇതിന് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, പിന്നെ കോർണറിങ് ലാംപ്സ് വരുന്നുണ്ട്, ഓട്ടോ ഡിം ഹെഡ്ലൈറ്റ്, അങ്ങനെയുള്ള അത്യാവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. എന്നിട്ടും ഈ വണ്ടിക്ക് ഈ ഒരു പ്രൈസേ ആവണുള്ളൂ. പിന്നെ ഇതിനകത്തുള്ള മെയിൻ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കാശ് മുടക്കിയിട്ട് നമുക്ക് കിട്ടാത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മറ്റേ റിയർ ഗ്ലാസ്സിൽ വൈപ്പറില്ല. ഡീഫോഗറുണ്ട്, വൈപ്പറില്ല. അത് കാരണം നമുക്ക് അത്യാവശ്യം മഴയൊക്കെ പെയ്തിട്ട് ചെളിയൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് അത്ര ഒരു ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്തായാലും നമുക്കത് അവർക്കൊരു വൈപ്പർ കൂടെ കൊടുക്കുന്നതുകൊണ്ട് എന്താണ് നഷ്ടം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതിൻ്റെ ഇത് മാത്രമേ ഒരു ഫീച്ചർ വൈസ് എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി വെന്റിലേറ്റഡ് സീറ്റാണ് ഫ്രണ്ടിൽ രണ്ടും. അതുപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ബാക്കിയുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് വലിയ അങ്ങനെ ഫിറ്റ് ആൻഡ് ഫിനിഷിനകത്ത് വലിയ ഇൻറ്റീരിയറിൻ്റെ കേസിൽ അങ്ങനെ വലിയൊരു ഇഷ്യൂസ് ഇല്ല. പിന്നെ നമ്മുടെ ഈ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലത്തെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ചെറിയൊരു ഇഷ്യൂ ഞാൻ കണ്ടു. അത് കോമൺ ഇഷ്യൂ ആണ്. ബാക്കി അല്ലാത്ത രീതിയിൽ വേറെ ഫിറ്റ് ആൻഡ് ഫിനിഷിനകത്ത് എനിക്ക് വലിയ ഇഷ്യൂസ് തോന്നിയില്ല. പിന്നെ ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോഴുള്ളൊരു കംഫർട്ടും ത്രില്ലും അത് ഞാൻ ഇലക്ട്രിക് വണ്ടി ഓടിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ബേസിക്കലി ഇത് നമുക്ക് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിഥിയം അയൺ ബാറ്ററി പ്ലസ് മോട്ടറാണ്. പിന്നെ അതിൻ്റെ ഒരു BMS ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഇത് മാനേജ് ചെയ്യാനായിട്ട്. അപ്പം ഇത് ഡയറക്റ്റ് നമ്മൾ പെഡലിൽ കാല് കൊടുക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് നമ്മൾ ടയറിലേക്കാണ് ഇതിൻ്റെ പവർ കിട്ടുക. അപ്പം സാധാരണ കൺവെൻഷനലായിട്ടുള്ള IC എൻജിൻ ലൈക്ക് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ വാഹനങ്ങൾക്ക് നമ്മൾ കാല് കൊടുക്കുമ്പം അത് ഗിയർ മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് ടോർക്ക് അപ്ലൈ ആയി അങ്ങനെയാണ് നമുക്ക് പവർ നമ്മുടെ ടയറിൽ കിട്ടുന്നത്. അപ്പം ആ ഒരു ടയർ റൊട്ടേറ്റ് ചെയ്ത് ഇത്ര RPM എടുക്കുമ്പോഴേ ആ ടയർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് പവർ കൂടുതൽ കിട്ടുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു പവർ ജനറേറ്റ് ചെയ്യില്ല. പെട്ടെന്ന് ഇപ്പം നമ്മളിപ്പം ഒരു സെക്കൻഡ് ഗിയറിൽ പോകുന്ന ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു തേർഡ് ഗിയറിൽ പോകുന്നൊരു വണ്ടി നമുക്കിപ്പം ഒരു വണ്ടീനെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഗിയർ ഡൗൺ ചെയ്തിട്ട് നമ്മൾ കാല് കൂട്ടി കൊടുത്തിട്ട് ആക്സിലേറ്റർ കൊടുത്തിട്ട് ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ വളരെ അപകടകരമായ രീതിയിലൊക്കെ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ കാല് കൊടുക്കുന്ന പോലെ ചിലപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങണമെന്നില്ല. പക്ഷേ ഇലക്ട്രിക് വണ്ടികളുടെ കേസിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്കിപ്പം ഞാനിപ്പോൾ വളരെ പതുക്കെയാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ടിലൊരു ലോറി ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഓപ്പോസിറ്റ് വേറൊരു ലോറി വരുന്നുണ്ട്. എനിക്ക് കുറച്ച് സമയമേ ഉള്ളൂ അതിനെ ഓവർടേക്ക് ഉണ്ടെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുമ്പോൾ തന്നെ ഈ വണ്ടി നമ്മൾ ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. നമ്മൾ ഓപ്പോസിറ്റ് വണ്ടി വന്നാലും നമുക്ക് ഇന്ന സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഇടുന്ന വണ്ടീനെ ഇടിക്കാതെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഇലക്ട്രിക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടും. കാരണം കാല് കൊടുക്കുമ്പോഴേ ആ പവർ ജനറേറ്റ് ആവും. ശരിക്കും പല ആൾക്കാരും പറയും ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്നതിൻ്റെ ത്രില്ലില്ലാത്ത. ശരിക്കും ത്രില്ലിൽ ഓടിക്കാനായിട്ട് പറ്റും. EV വണ്ടി സുഖമായിട്ട് നല്ല ത്രില്ലിൽ ഓടിക്കാൻ പറ്റും. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ത്രില്ല് കൂടുന്നതിനനുസരിച്ച് റേഞ്ച് കുറയും. അതുകൊണ്ട് ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെല്ലാം വളരെ മാന്യന്മാരായിരിക്കും. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഞാൻ പാലക്കാട് പോകുമ്പം പണ്ട് നമ്മുടെ ക്രെറ്റ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ നൈറ്റാണ് ഞാൻ ട്രാവൽ ചെയ്യുക. നൈറ്റിൽ വണ്ടികൾ നമ്മുടെ പാലിയേക്കര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല റോഡാണ്, ഫ്രണ്ടിൽ വണ്ടികളും കാണില്ല. അപ്പോൾ നമ്മൾ ചവിട്ടി പിടിച്ചങ്ങ് വിടും. നമുക്കൊരു 100, 120 എന്നൊക്കെ പറഞ്ഞാലും അത്യാവശ്യം ചില സമയങ്ങളിൽ നമുക്കത് ആ ഒരു സ്പീഡൊക്കെ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ
നമ്മൾ EV ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം, നമ്മളൊരു 100 ഒക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് എനിക്കറിയാം വീട്ടിൽ വരെ എത്താനുള്ള ബാറ്ററി വണ്ടിയിലുണ്ട്. എന്നാലും നമ്മൾ വളരെ ആ ഒരു സ്റ്റൈലിലേ നമ്മൾ EV ഓടിക്കുള്ളൂ. കുറച്ച് കാല് കൊടുത്ത് പിന്നെ അപ്പം നമ്മൾ പവർ മീറ്ററിൽ പവർ കയറുന്നതനുസരിച്ചിട്ട് പവർ കയറുവാണെങ്കിൽ അയ്യോ പവർ കൂടി, അതുകൊണ്ട് ഞാൻ പതുക്കെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ റീജനറേറ്റ് ആവും, അപ്പോൾ മൈനസിലേക്ക് പോകും. അപ്പം ഞാൻ ഹാപ്പി ആവും. അപ്പോൾ അങ്ങനെ ആ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ആക്സിലേഷൻ, നമ്മളൊരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പോവും. അങ്ങനെ അധികം നമ്മൾ റാഷ് ഡ്രൈവിങ് നമ്മൾ വളരെ ചുരുക്കിയ റാഷ് ഡ്രൈവിംഗ് ഒന്നും ചെയ്യാറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഡീസൻ്റായിട്ട് ആണ് ഇപ്പം EV എടുത്തതിൽ പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പം ഈവൻ എൻ്റെ വീട്ടുകാർ തന്നെ പറയാറുണ്ട്, നീ കുറച്ചും കൂടെ ഒരു മാന്യൻ ആയല്ലോ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ബിഹേവിയറൽ ചേഞ്ചസ് തന്നെ വരാം നമുക്ക് ഈ EV യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേണ്ടത് ഇത് എല്ലാവരും പറയും നമ്മളുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ EVയിലേക്ക് മാറിയത്. ഹരിത കേരളം, സുന്ദര കേരളം, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതൊക്കെ ഉണ്ട്, നമ്മളുടെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും എൻഡ് ഓഫ് ദി ഡേ എല്ലാവരുടെയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിലെ കാശ് കുറച്ച് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു EV എന്ന് പറയുന്നത് വളരെ എക്കണോമിക്കലായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം വീട്ടിലാണെങ്കിൽ ഞാൻ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അധികം ചാർജ് ചെയ്യുന്നതാണെങ്കിൽ ഫ്രീ ഓഫ് ചാർജ് എന്ന് പറയാം. പിന്നെ ഞാനിത് ഈ വിൻസർ വാങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലാണ് വാങ്ങിയത്. നമ്മളുടെ ആ ഒരു ഇനാഗുറൽ ഓഫർ ഉണ്ടായിരുന്നു അവർക്ക് 2025 ഡിസംബറിന് മുമ്പ്, അതായത് 2026 ജനുവരിക്ക് മുമ്പ് വാങ്ങിക്കുന്ന വാഹനങ്ങൾക്ക് ഒരു 1 ഇയർ ഫ്രീ DC ചാർജിങ് ഉണ്ടായിരുന്നു. അപ്പം അതും ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തു. ഒരു 1000 കിലോവാട്ട് വരെ നമുക്ക് ഫ്രീ ചാർജിങ് ചെയ്യായിരുന്നു. അതായത് സെലക്റ്റഡ് ചാർജേഴ്സിൽ ലൈക്ക് സിയോൺ അങ്ങനെയുള്ള സിയോൺ ഉണ്ടായിരുന്നു, ജിയോ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അവർ സിയോൺ മാത്രമാക്കി. അപ്പം ഞാനിവിടെ ഗോകുൽ ഊട്ടുപുരൊരു സിയോണിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. കൂടുതലും ഞാൻ അവിടെ നിന്ന് ചാർജ് ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ കോട്ടയത്താണെങ്കിൽ ഐഡിയൽ ഉണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ കുറച്ച് സ്ഥലത്ത് നല്ലപോലെ അത് യൂസ് ചെയ്തു. ഞാൻ 1000 കിലോവാട്ട് ഒരു വർഷം കൊണ്ട് എനിക്ക് ഏതാണ്ട് ഒരു 30-40 കിലോവാട്ട്, അതായത് 960 കിലോവാട്ട് വരെ ഞാൻ DC ചാർജിങ് ചെയ്തിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ DC ചാർജിങ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഈ സംഭവം നമ്മൾ വണ്ടിയായിട്ട് പോയിട്ട് കുത്തിക്കഴിയുമ്പോൾ ഇതിനകത്ത് ചാർജ് കയറില്ല. അതേസമയം നമ്മൾ നോക്കുമ്പം MGയുടെ തന്നെ ബാക്കിയുള്ള വണ്ടികളൊന്ന് സുഖമായിട്ട് ചാർജ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ബാക്കി ടാറ്റയുടെ വണ്ടികളൊന്നും ചാർജ് ചെയ്തിട്ട് പോകുന്നു. പക്ഷേ ഇതൊരു പുതിയ വണ്ടി ഇറക്കിയ കാരണം കുറേ സോഫ്റ്റ്വെയർ കോമ്പാറ്റബിൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അതിനെക്കുറിച്ചിട്ട് പിന്നെ ഈ ഒരു 10ൻ്റെ സ്പാനർ യൂസ് ചെയ്തിട്ട് ഇതിനകത്തൊരു നമുക്ക് നമ്മളുടെ മെയിൻ ബാറ്ററി ഉണ്ട്, ഒരു സെക്കൻഡറി ബാറ്ററി. അതായത് നമുക്ക് AC ഒക്കെ നമ്മളിപ്പം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മെയിൻ ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡറി ബാറ്ററി നമ്മളുടെ ബോണറ്റിലുണ്ട്. അപ്പം അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഒരു സ്പാനർ വെച്ചിട്ട് ഊരിയിടുക. എന്നിട്ടൊരു 2-3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് റീകണക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് അത് റീസെറ്റ് ആകുമ്പോൾ ഈ DC ചാർജിങ് ഇഷ്യൂസ് കുറച്ച് മാറും എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലപ്പം മാറാറുണ്ട്, ചില വീണ്ടും ടാരക്സിൻ്റെ ഒക്കെ ചാർജസ് ഉള്ളിടത്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ചെയ്ത് കിട്ടാതെ ആ സമയത്ത് ഞാൻ കുറച്ച് ഫാമിലിയായിട്ടുള്ള നമുക്ക് DC ചാർജിങ് ഫ്രീ ഒക്കെ ആയതുകൊണ്ട് ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ
സർവീസ് ചെയ്യാൻ പോയപ്പോൾ സർവീസ് സെൻ്ററിൽ നിന്ന് അവരൊരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് ഇതിന് ചാർജിങ് ഇഷ്യൂ ഉള്ള അപ്ഡേറ്റ് ആണെന്നാണ് പറഞ്ഞത്. ആ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫെയിലായ ചാർജിങ് സ്റ്റേഷനിലെല്ലാം ഞാൻ പോയിട്ട് ചെയ്ത് നോക്കി. എല്ലായിടത്തും സ്മൂത്തായിട്ട് ചാർജ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ അതുകൊണ്ട് തീർന്നു അത്. പക്ഷെ ഇപ്പോഴും പല ആൾക്കാർക്കും ഈ പുതിയതായിട്ട് എടുക്കുന്ന വണ്ടികൾക്കൊക്കെ ഈ നമ്മളിപ്പം ഇതിൻ്റെ 51 kW പുതിയ വിൻസർ മോഡൽ ഇറങ്ങിയല്ലോ, അവർക്കൊക്കെ ഈ ഒരു DC ചാർജിങ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ ഗ്രൂപ്പിൽ കാണാം. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഭാഗ്യത്തിന് ഇതുവരെയായിട്ട് പിന്നെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. നമ്മുടെ അപ്ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ വേറെ ഇഷ്യൂസ് DC ചാർജിങ്ങിൻ്റെതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വിൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, EV കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം പല EV വണ്ടികളുണ്ട്. ടാറ്റയുടെ വണ്ടിയുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ടാറ്റ പഞ്ച് ഇറങ്ങിയിട്ടുണ്ട്. വെറും 40 kW ബാറ്ററി ഉള്ള മോഡലിന് അവർ പറയുന്നത് റിയലിസ്റ്റിക്കായിട്ട് 350 km 360 km റേഞ്ച് കിട്ടുമെന്ന് പറയുന്നു. അല്ല, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. കാരണം ഇനി ഫ്യൂച്ചറിൽ, കാരണം പുതിയ പഞ്ച് ഇറങ്ങിയിരിക്കുന്നത് അതിനകത്ത് പഴയ പഞ്ചിനെ കഴിഞ്ഞും 2 ലക്ഷം രൂപ കുറവാണ് പുതിയ പഞ്ചിന്, വിത്ത് ലാർജർ ബാറ്ററി ആൻഡ് റേഞ്ച്. ഇപ്പം ഒരു 2 മാസം മുമ്പ് പഞ്ച് വാങ്ങിച്ചാൽ തലയിൽ കൈവച്ചോണ്ടിരിപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ള, കാരണം ടെക്നോളജി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് കിട്ടുന്ന റേഞ്ച് ആയിരിക്കില്ല. കാരണം ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികൾ വരും. ഈ സെയിം ഒരു 15 ലക്ഷം രൂപയുടെ വണ്ടികൾക്ക് ഇപ്പം 300 km റേഞ്ച് കിട്ടുന്ന വണ്ടികളാണെങ്കിൽ ആ സെയിം പ്രൈസിന് ചിലപ്പോൾ നമുക്ക് 500 km അല്ലെങ്കിൽ 600 km റേഞ്ച് കിട്ടുന്ന വണ്ടികളൊക്കെ ഫ്യൂച്ചറിൽ വരും. കാരണം ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടികളുടെ വിലയൊന്നും അധികം കുറയില്ല. പക്ഷേ ഈ റേഞ്ചും ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൂടുതൽ കിട്ടും. അപ്പം നമുക്ക് EV ആർക്ക് വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്ലി ഒരു 1500 എങ്കിലും മിനിമം ഓട്ടോ ഉള്ളവരിത് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ. ഒരു 1500 2000 ഒക്കെ മിനിമം ഓട്ടോ ഉള്ളവർ വാങ്ങിച്ചാലേ EVകൾ കൊണ്ട് ഒരു ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാര്യമായ ഒരു, കാരണം ഇത് കാരണം ഞാനിപ്പം ഒരു 28,241 km ഞാനിപ്പം ഓടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞിട്ട് 2025 ഡിസംബർ വാങ്ങിച്ചു. അപ്പം ഒരു കൊല്ലവും ഏകദേശം ഒരു 4 മാസമായി. ഈ ഒരു കാലയളവിൽ ഞാൻ 28,241 km ഓടി. അപ്പം ഞാൻ എൻ്റെ ക്രെട്ട യൂസ് ചെയ്യുകയാണെങ്കിൽ, ക്രെട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിക്കകത്ത് മൈലേജ് കാണിക്കുന്നത് ലോങ് ഒക്കെ പോകുമ്പോൾ 15-16 കാണിക്കും. പക്ഷേ നമ്മൾ ടാങ്ക് ടു ടാങ്ക് പെട്രോൾ അടിച്ച് നോക്കുവാണെങ്കിൽ ഒരു മാക്സിമം ഒരു 12 ആ ഒരു റേഞ്ച് ഒരു ആവറേജ് കിട്ടുള്ളൂ ആ വണ്ടിക്ക്. കാരണം ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എറണാകുളം കോട്ടയം പോവുകയാണെങ്കിൽ പാലിയേക്കര വരെയും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫുള്ള് ബ്ലോക്ക്, വഴിപണി, ചവിട്ടി അങ്ങ് എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ടും മൈലേജ് കുറയും. പിന്നെ ആകെപ്പാടെ നമുക്ക് മൈലേജ്, നമുക്ക് നല്ല റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പാലിയേക്കര കഴിഞ്ഞാലും കുറച്ച് തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. പന്നിയങ്കര കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മൂത്താണ്. വടക്കഞ്ചേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്കങ്ങ് വിട്ടു പോവാം. പക്ഷേ അപ്പം നമ്മൾ ആ ഇതുവരെ വന്നതിൻ്റെ ആ കേട് തീർക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലപോലെ കാല് കൊടുക്കും, 100 മീറ്റർ പോവും. എൻഡ് ഓഫ് ദി ഡേ മൈലേജ് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടൂല. എനിക്ക് അതിന് കൂടുതൽ മൈലേജ് കിട്ടും എറണാകുളം കോട്ടയം വന്നു കഴിഞ്ഞാൽ. അത്യാവശ്യം വളവും തിരിവുള്ള റോഡായതുകൊണ്ട് നമുക്കൊരു 60-70 കൂടുതൽ പോകാൻ പറ്റൂല ആ റോഡിൽ. അപ്പോൾ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും. അപ്പം നമുക്കൊരു 12 കിലോമീറ്റർ ഒരു ആവറേജ് എല്ലാം കൂടെ കൂട്ടി, സിറ്റി ഡ്രൈവും ഇതെല്ലാം കൂടെ കൂട്ടിയാലും ഒരു 12 കിലോമീറ്ററൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു 12 കിലോമീറ്റർ ഞാനൊരു 28,244 കിലോമീറ്റർ ഓടണമെങ്കിൽ 12 കിലോമീറ്റർ മൈലേജ് വെച്ചിട്ട് ഞാനൊരു 2.5 ലക്ഷം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. ആ ഒരു, അതായത് ഇപ്പം 1.25 വർഷം കൊണ്ടാണെങ്കിൽ 2.5 ലക്ഷം രൂപ ഞാൻ സേവ് ചെയ്തത്. കാരണം എനിക്ക് ആദ്യത്തെ ഒരു വർഷം ഫുൾ DC ചാർജ് ഫ്രീ ആയിരുന്നു. പിന്നെ വീട്ടിൽ സോളാർ ഉള്ളതുകൊണ്ട് അതിന് ചാർജ് ആവണില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു കൂടി വന്ന ഒരു 5,000 രൂപ പോട്ടെ നമുക്ക് ഇതെല്ലാം എടുത്തെന്ന് പറഞ്ഞാൽ
ഒരു 2 ലക്ഷം രൂപ നമുക്ക് നെറ്റ് സേവിങ് നമുക്ക് കിട്ടും. അതായത് ഒരു 1.5 വർഷം പോലും ആയിട്ടില്ല, പോട്ടെ, ഒരു 1.5 വർഷത്തിൽ ഒരു 2 ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ തന്നെ ഒരു 3 വർഷത്തിൽ 5 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും 3 കൊല്ലം കൊണ്ട് തന്നെ. അപ്പം അങ്ങനത്തെ ഒരു നമുക്ക് നമ്മുടെ ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമുക്കൊരു 6-7 വർഷം കഴിയുമ്പോൾ നമുക്കിത് കൊടുക്കുകയാണെന്ന് പറഞ്ഞാലും നമുക്ക് റീസെയിൽ വാല്യൂ കുറവാണെങ്കിലും നമുക്കത് വലിയ വിഷയം വരുന്നില്ല, നമുക്കത് വലിയ നഷ്ടം വരുന്നില്ല. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ നമുക്ക് ഈ ഒരു വിലയ്ക്ക് നമുക്ക് എല്ലാ ഓപ്ഷനും കൂടെ ഉള്ള ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളും എല്ലാം കൂടെ ഉള്ളൊരു വണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അതെല്ലാം കൂടെ നോക്കി കഴിയുവാണെങ്കിൽ എൻ്റെ ഒത്തിരി നമുക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ. പിന്നെ ഇതിനകത്ത് സർവീസ് ചാർജസുകൾ അങ്ങനെ അധികം വരാറില്ല ഇതുവരെയായിട്ട്. എനിക്കങ്ങനെ ചില സർവീസ് നോർമൽ സർവീസൊക്കെ വരുവാണെങ്കിൽ 1000 രൂപയൊക്കെ നിൽക്കും. പക്ഷേ നമ്മൾ ഈ ഫ്രീ സർവീസ് കഴിഞ്ഞിട്ട് അല്ലാത്ത ഇപ്പം, കാരണം ഈ ഇലക്ട്രിക് വണ്ടിക്ക് സർവീസ് മെയിൻ്റനൻസ് ചാർജ് ഇല്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം അവരും അത്യാവശ്യം ഒരു 4000 രൂപ ഒരു നോർമൽ സർവീസിനൊരു 3000-4000 രൂപയ്ക്ക് ഇടയ്ക്ക് ഇപ്പോൾ അവർ ചാർജ് ചെയ്യാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ വാങ്ങിക്കും. പിന്നെ മേജർ സർവീസ് ആണെങ്കിൽ എങ്ങനെ വിളിച്ചാലും ഒരു 6000 രൂപ റേഞ്ച് വരും. ശരിക്കും പെട്രോൾ വണ്ടിക്കും അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സർവീസിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഗ്രാജ്വലി ഈ ഐസ് വാഹനങ്ങളുടെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ സർവീസൊക്കെ ഏകദേശമൊക്കെ ഒരേപോലെയൊക്കെ ആവാനായിട്ടാണ് ചാൻസ് ഫ്യൂച്ചറിൽ. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ഉള്ളതെന്ന് ഇതിനൊരു സ്റ്റെപ്പിന് ടയറില്ല. എനിക്കൊരു പ്രാവശ്യം ഒരു പണി കിട്ടി. ഞാനൊരു ഏറ്റുമാനൊരു ഇരുന്ന വഴി ഒരു സൈഡിൽ കൂടെ ഒരു സൈഡ് റോഡിൽ നിന്നൊരു ബൈക്ക് കയറി വന്നിട്ട് അതിൻ്റെ സൈലൻസർ എൻ്റെ ടയറിൽ കൊണ്ടിട്ട് ടയർ പൊട്ടിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറൊരു ഡാമേജും ഇല്ല, ടയർ പൊട്ടിപ്പോയി, സ്റ്റെപ്പിനില്ല. പിന്നെ ലാസ്റ്റ് റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിക്കേണ്ടി വന്നു. ഇൻഷുറൻസിൽ ടയർ മാറേണ്ടി വന്നു. കാരണം അപ്പോൾ അങ്ങനെ നോ ക്ലെയിം ബോണസ് പോയി. അങ്ങനെ ഒരു 8ൻ്റെ പണി കിട്ടിയായിരുന്നു. അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ പൊതുവേ ഇലക്ട്രിക് വണ്ടികൾ ടയർ ലൈഫ് കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഇപ്പോൾ ഏകദേശം 30,000 കിലോമീറ്റർ ഓടാൻ പോയിട്ട് ഇനിയൊരു 20,000 കിലോമീറ്റർ സുഖമായിട്ട് കിട്ടുന്ന പോലെ ടയറുണ്ടാകും. നമ്മൾ ഈ ഡ്രൈവിംഗ് അനുസരിച്ചിരിക്കും ടയറിൻ്റെ ലൈഫ്. നമ്മൾ കാലധികം ഭയങ്കരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, കാരണം ഇതിൻ്റെ ടയർ റൊട്ടേഷൻ കൂടുതലാണ്, കൊടുക്കുന്ന പവർ ഫുള്ള് ടയറിലേക്ക് വരുന്ന കാരണം നല്ലപോലെ ടയർ റൊട്ടേറ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ട് ടയറിൻ്റെ ലൈഫും കുറയും. അപ്പോൾ നമ്മളൊരു നോക്കിയൊക്കെ, കാരണം ഈ ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മളിതെല്ലാം പതുക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഓടിക്കുകയുള്ളൂ. കാരണം നമ്മൾ എൻഡ് ഓഫ് ദ ലാഭത്തിന് വേണ്ടിയാണല്ലോ ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക്, കാരണം നമ്മളൊരു ഇപ്പോഴും ഒരു നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ഒരു മണ്ടന്മാരാണെന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോഴും. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ അത് അങ്ങനെ ആവരുത് എന്ന് നമുക്ക് ബോധപൂർവമായി നമ്മൾ ശ്രമിക്കും. ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ എന്തിനാണ് ഈ ഇലക്ട്രിക് വണ്ടി വാങ്ങിച്ചത്, സാധാരണ പെട്രോൾ വണ്ടി വാങ്ങിച്ചാൽ പോരായിരുന്നു, വലിയ ലാഭത്തിൽ പോയിട്ട് ഇപ്പോൾ പണി കിട്ടിയപ്പോൾ സമാധാനം ആയല്ലോ എന്നുള്ള ഒരു ആൾക്കാരുടെ ഒരു മുഖഭാവം കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി നമ്മുടെ സൈഡിൽ നിന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചും എങ്ങനെ വണ്ടി ഓടിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്കിതിനെക്കുറിച്ചിട്ട് കൂടുതൽ കരുതൽ കാണും. നമ്മൾ കുറച്ച് കോഷ്യസ് ആവും, അതാണ് വേറൊരു കാര്യം. അപ്പം അങ്ങനെ ആണ് നമ്മളുടെ ഇതുവരെയുള്ള ഒരു ജേണി ഇലക്ട്രിക് വണ്ടികളിൽ. അപ്പം വിൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വണ്ടിയാണ് വിൻസർ. അത്യാവശ്യം ഒരു 300 കിലോമീറ്റർ. കാരണം നമ്മളുടെ പർപ്പസ് അനുസരിച്ചിട്ടാണ് നമുക്ക് വണ്ടി എടുക്കേണ്ടത്. കാരണം എൻ്റെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാക്സിമം വരുന്ന ഓട്ടോ എന്ന് പറഞ്ഞാൽ കോട്ടയം പാലക്കാട് ആണ് ഓട്ടോ വരുന്നത്. അത് കൂടി വന്ന ഒരു 200-210 കിലോമീറ്റർ. അപ്പം അത് ഒറ്റ ചാർജിൽ പോകാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഇതൊരു 300 കിലോമീറ്റർ കിട്ടുമെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഓടിച്ചാലും ഒരു 260 താഴോട്ട് എനിക്ക് 280 താഴോട്ട് പോയിട്ടില്ല. ബേസിക്കലി 260 അതിൻ്റെ ഞാൻ അതുപോലെ ഓടിക്കുവാണെങ്കിൽ, പക്ഷെ നമ്മളങ്ങനെ ഓടിക്കാറില്ല. അപ്പം
ആ ഒരു കേസിൽ നോക്കുമ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് ഒറ്റ ചാർജിൽ വേറൊരിടത്തും ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്യാതെ, അല്ല ഇൻ കേസ് ഇപ്പം ഞാനിപ്പം പാലക്കാട് നിന്ന് ഒരു പ്രാവശ്യം കൊടൈക്കനാൽ പോയിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് പളനിയിൽ ചെന്നപ്പം ഫുഡ് കഴിക്കാൻ കയറിയപ്പം വിത്ത് ഫാമിലിയാണ് പോയത്. ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഞാൻ അവിടുന്ന് ഫുൾ ചാർജ് ചെയ്തു. അത് സിയോയുടെ ചാർജ് ആയിരുന്നു. അപ്പം ഫ്രീ ചാർജിങ്ങിൻ്റെ സമയം കൊണ്ട് ഫുള്ള് ചാർജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പളനിയിൽ നിന്ന് അങ്ങോട്ട് നല്ല കയറ്റമായിരുന്നു. കയറ്റം കയറിയപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഇവിടെ പോകുന്നത്, ഇങ്ങനെയുള്ള ഈ ഹില്ലി ഏരിയകളിൽ പോകുന്ന ആദ്യമായിട്ടായിരുന്നു. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഹില്ലിൽ കയറുമ്പം നല്ലപോലെ റേഞ്ച് കുറയുമെന്ന്. ഇത് കൊടൈക്കനാൽ എത്തിയപ്പം ഹെയർ പിൻ വളവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കൊടൈക്കനാൽ എത്തിയപ്പം 100% ചാർജ് ചെയ്താണ്. അതുകൊണ്ട് എത്തിരിക്കുന്നതിന് 13-20 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ കയറ്റം. അവിടെ എത്തിയപ്പോഴേക്കും 60% ചാർജ്. ഞാൻ തീർന്നു, ഇനി എങ്ങനെ തിരിച്ച് അവിടെ പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് അവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് തിരിച്ച് റീജനറേറ്റ് ചെയ്തു. തിരിച്ചിറങ്ങി പളനിയിലെത്തിയപ്പോഴേക്കും എനിക്ക് വേണ്ട 65% ചാർജ് പിന്നെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പാലക്കാട് എത്തിയപ്പോഴും ഒരു 20%, 25%, 30% അങ്ങനെ ചാർജ് മിച്ചമുണ്ടായിരുന്നു. അപ്പം വേറെ എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നില്ല, ഒരു ചാർജ് ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണ് ഫാമിലി ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് യൂഷ്വലി നമ്മളൊരു 200 കിലോമീറ്റർ 250 കിലോമീറ്റർ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ഒരു ബ്രേക്ക് എടുക്കും, ഒരു സ്നാക്ക് ബ്രേക്കോ എന്തെങ്കിലും ഒരു നമ്മൾ സാധാരണ എടുക്കാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് വണ്ടി എങ്ങനെ കളിച്ചാലും ഫാമിലിയൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് പോകുമ്പം അവർക്ക് വാഷ്റൂമിൽ പോകണമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു 3/4 മണിക്കൂർ എങ്ങനെ കളിച്ചാലും നമുക്ക് ഒരു ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് 3/4 മണിക്കൂർ പോകും. ആ ഒരു 3/4 മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ അടുത്തൊരു 200 കിലോമീറ്റർ 250 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് വണ്ടിയിൽ കാണും. പിന്നെ നമുക്ക് ഈ ലോങ് പോകുമ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റീവ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 300 കിലോമീറ്റർ എന്ന് പറയുന്നത് 0 ആവാനാണ് 300 കിലോമീറ്റർ നമുക്ക് കിട്ടുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന 240 കിലോമീറ്റർ നമുക്ക്. അപ്പോൾ ആ 240 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ അടുത്ത ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിച്ചിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു 500 കിലോമീറ്റർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ 240 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ അടുത്ത ചാർജ് സ്റ്റേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ 240 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്തിട്ട് അടുത്ത ചാർജ് ചെയ്യുക, പിന്നെ യാത്ര തുടരുക. അതാണ്. അപ്പം നമ്മൾ ഈ റേഞ്ച് എന്ന് പറഞ്ഞാലും ലോങ് പോകുമ്പോൾ നമുക്കൊരു അതിനകത്തു നിന്നൊരു 20% ഒരു 20% കുറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇൻ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുകൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. പിന്നെ ഇപ്പോൾ ഉള്ള വണ്ടികൾക്ക് B6ഉം XCV9 ഒക്കെ ആണെങ്കിൽ 500 കിലോമീറ്റർ എങ്ങനെ ഓടിയാലും കിട്ടുന്നതാണ്. അപ്പം നമുക്കൊരു റേഞ്ച് ആങ്സൈറ്റി അങ്ങനെ വരേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെ റേഞ്ച് ആങ്സൈറ്റി ഇതിലായിട്ടും വന്നിട്ടില്ല. കാരണം നമ്മുടെ ഓട്ടം എല്ലാം നേരത്തെ പ്രീ പ്ലാൻഡ് ആയതുകൊണ്ട്. പിന്നെ വേറെ ചലഞ്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കിപ്പം ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വീട്ടിലോട്ട് വരികയാണ്. അപ്പം നമ്മളുടെ ഒരു മനസ്സിലിപ്പം വീട്ടിൽ വന്നിട്ട് ചാർജ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ പോകുമ്പം നമ്മൾ വീട്ടിൽ വന്നിട്ട് ഓക്കെ അപ്പം വീട്ടിൽ ഒരു 10% ഉള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എമർജൻസി വന്നിട്ട് പെട്ടെന്നൊരു അടുത്തൊരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് എങ്ങനെ വിളിച്ചാലൊരു അരമണിക്കൂറെങ്കിലും നമുക്ക് ചാർജ് ചെയ്താലേ ബാക്കിയുള്ള ഒരു ഓടാനുള്ളൊരു ഇത് കൂടെ. അതും DC ചാർജിങ് കണ്ടുപിടിക്കണം. AC ചാർജിങ് ആണെങ്കിൽ പിന്നെയും നല്ല സമയം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചലഞ്ചസ് ഉണ്ട്. എല്ലാം കൂടെ എല്ലാത്തിനും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടല്ലോ. അപ്പം പരമാവധി എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പോവാം എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു സംഭവം. പിന്നെ എന്നെ സംബന്ധിച്ചിപ്പം വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ അവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പം ചാർജിങ് സ്റ്റേഷൻസൊക്കെ കേരളത്തിൽ ഭയങ്കര ഹെവി ആയിട്ട് തന്നെ ചാർജ് സ്റ്റേഷൻസ് എല്ലാം ഉണ്ട്. ഒരു ഈവൻ എറണാകുളത്ത് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് അവിടെ ആ ഭാഗത്ത് തന്നെ എനിക്കൊന്ന് 5-8 ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻ കാരണം ഇപ്പം
EV-കളുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മജോറിറ്റി ഒരു 90% ഒരു 95% ആൾക്കാരും കൂടുതലും അവരുടെ വീടുകളിൽ നിന്ന് ചാർജ് ചെയ്യണം. ഈ ലോങ് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ വെളിയിലത്തെ DC ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു യൂസ് വരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള സമയത്ത് മാത്രം നമുക്ക് ചാർജ് ചെയ്യാം, അല്ലാത്തപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇഷ്ടംപോലെ ചാർജ് സ്റ്റേഷൻസ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ഫ്രീ ഉള്ളത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇല്ലെങ്കിലും ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ തന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളൊരു വണ്ടിയിലൊരു 30% ആകുമ്പോഴേ നമ്മൾ ചാർജ് സ്റ്റേഷൻ നോക്കണം. ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസ് എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങനൊരു ഇഷ്യൂ വരാൻ വളരെ ചാൻസ് കുറവാണ്. പിന്നെ ബാക്കിയുള്ള തമിഴ്നാട്ടിലും ഒക്കെ കുറച്ചുകൂടെ കുറവാണെന്ന് പറഞ്ഞു ചാർജിങ് സ്റ്റേഷൻസ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഫുൾ ഓടാനായിട്ട് ഇപ്പം ഒരു റേഞ്ച് ആക്സിഡൻ്റെയും ആവശ്യമില്ല. നമുക്ക് സുഖമായിട്ട് ചാർജ് ചെയ്ത് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അങ്ങനെ ആണ് നമ്മളുടെ EV-യുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം എനിക്കിനി ഒരു 23 കിലോമീറ്ററൂടെ ട്രാവൽ ചെയ്യാനുണ്ട്. 43 മിനിറ്റാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ 26 കിലോമീറ്റർ വണ്ടി ഓടി 94% ബാറ്ററി ആയിട്ടുണ്ട്. അതായത് 6%-ൽ ഞാൻ 26 കിലോമീറ്റർ ഓടി. അപ്പം നോക്കാം, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കായംകുളം എത്തിയിട്ട് പറയാം. ഓക്കെ, അങ്ങനെ ഇപ്പം നമ്മൾ ഇവിടെ കായംകുളത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ ക്യാം കൺവെൻഷൻ സെൻറ്റർ. അപ്പോൾ ഇപ്പം ഇതുവരെയുള്ള എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 87%-ൽ 48.4 കിലോമീറ്റർ. അതായത് ഒരു 13%-ൽ 48 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ജേണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം AC ഒക്കെ 23-ൽ നല്ല ചൂടുണ്ട്. 23 ആണ് ഇട്ട് സാധനം, 24 ആണ് ഇടാറ്. 23-ൽ 3 ഫാനാണുള്ളത്. അതുപോലെ മോഡ് സ്പോർട്സ് ഹെവി. അപ്പോൾ ഇനി ഞാൻ ഏതായാലും ഒന്ന് പോയിട്ട് AC ഓഫാക്കട്ടെ. പാർക്ക് മോഡ് എനേബിൾഡ്. കല്യാണമൊന്നും ആയിട്ടില്ല. നല്ല വെയിലാണ് ഇവിടെ നിന്ന്. ഒറ്റയ്ക്കേ ഉള്ളൂ. ഏതായാലും എത്തിയിട്ട് ഇനി അടുത്ത പരിപാടികൾ തുടങ്ങാം. ഓക്കെ, അങ്ങനെ തിരിച്ച് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി പാലക്കാട് 245 കിലോമീറ്റർ, 6 മണിക്കൂർ 38 മിനിറ്റ്, 87% ചാർജ് വെച്ചുകൊണ്ട് 48 കിലോമീറ്റർ ഓടി 276 കിലോമീറ്റർ ഓടുമെന്ന് പറയണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നല്ല ചൂടുണ്ട്. കല്യാണം കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ യാത്ര പാലക്കാട്ടേക്ക് തുടരാം. ഓക്കെ, അങ്ങനെ നമ്മൾ AC ഒക്കെ ഫുൾ ഓണാണ്. അത്രയ്ക്ക് ചൂടാണ്. അതുകൊണ്ട് ഫാനിൻ്റെ സൗണ്ട് നിങ്ങളിലൊക്കെ കേൾക്കും, സഹിക്കുക. അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. തിരക്കുണ്ടായിരുന്നു. പിന്നെ ഹോളൊക്കെ AC ആയതുകൊണ്ട് വലിയ ചൂടില്ല. അതൊരു വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ ആക്ച്വലി മൂഡ് മാറ്റാൻ പറഞ്ഞു. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോർമൽ മോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് നമുക്ക് സ്പോർട്സിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. സ്പോർട്സിലോട്ട് മാറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും. നമുക്ക് ആ യാത്ര കുറച്ചുകൂടെ കാലൊന്ന് പതുക്കെ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി കുറച്ചുകൂടെ സ്പീഡിൽ പോകുന്നുണ്ട്. ശരിക്കും ആൾക്കാർക്ക് ബാക്കിയുള്ള കമ്പനികളുടെ മോഡ്സ് എങ്ങനെയാണ് എനിക്കറിയില്ല.
കാരണം ഈ മാറിനനുസരിച്ച് കിലോമീറ്റർ കുറയുന്നത് കൊണ്ട് എനിക്കറിയില്ല ബാക്കിയുള്ള. പക്ഷേ എം ജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഡ്രൈവ് ചെയ്യാനായിട്ട് നല്ല സ്മൂത്തും അതുപോലെ റേഞ്ചും കൂടുതൽ കിട്ടുന്നത് സ്പോർട്സ് മോഡിലാണ്. എനിക്കറിയില്ല എല്ലാവരും എന്താണ് എക്കോ പ്ലസ് മോഡൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് പറഞ്ഞാൽ അറിയില്ല. ഏതായാലും നമുക്ക് സ്പോർട്സ് മോഡിൽ തന്നെ ഇട്ട് പോകാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഇതിൻ്റെ പോസിറ്റീവ്സാണ് കൂടുതലും പറഞ്ഞത്. വിൻസ്റ്ററിൻ്റെ നെഗറ്റീവ്സ് എല്ലാ വണ്ടികൾക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടല്ലോ. വിൻസ്റ്ററിനും ധാരാളം നെഗറ്റീവ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയണമെന്ന് അതിവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് കാര്യമില്ലല്ലോ. ഇതിൻ്റെ നെഗറ്റീവ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഒന്നാമത്തെ ഒരു നെഗറ്റീവ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, മറ്റേ റിയർ വൈപ്പർ മിസ്സിങ് എന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് എല്ലാവരും കംപ്ലൈൻറ്റ് പറയാം. ഭയങ്കര സ്റ്റിഫ് സസ്പെൻഷനാണ്. ചെറിയ ചെറിയ കട്ടറിൽ വീണാൽ പോലും ഭയങ്കരമായിട്ടും നമുക്ക് അകത്തിരിക്കുന്നവർക്കറിയാം. അതുപോലെ ബാക്കിൽ ആൾക്കാർക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നുണ്ട്, ബോഡി റോഡ്. പക്ഷേ എനിക്ക് അങ്ങനൊരു ഫീൽ ചെയ്തിട്ടില്ല ഈ സാധനം. കാരണം ഞാൻ കൂടുതലും ഡ്രൈവ് ചെയ്യാറാണ്. ഒരു 99% ഞാനാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഞാനങ്ങനെ വല്ലപ്പോഴും മാത്രമേ ബാക്കിൽ ഇതിന് യാത്ര ചെയ്യാറുള്ളൂ. മനസ്സിനെ വിട്ടും. അപ്പം പക്ഷെ ഞാനിവിടെ ഫാമിലിയൊക്കെ ബാക്കിൽ യാത്ര ചെയ്യുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട് ഇതിനകത്ത് ചിലപ്പോൾ എനിക്ക് ഈ വണ്ടിയുടെ വീതി കുറച്ച് കൂടുതലാണ്. സസ്പെൻഷനകത്ത് അങ്ങനെ ആൾക്കാർ കംപ്ലൈൻറ്റ് പറഞ്ഞു കേട്ടില്ല. പക്ഷേ ഇതിൻ്റെ വീതി കുറച്ച് കൂടുതലായതുകൊണ്ട് ഈ ലോങ്ങൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ വേണം പോകുന്നതെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടില്ല, എപ്പോഴുമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ നിന്ന് അങ്ങനെ ആരും, കാരണം എൻ്റെ ചേച്ചിയുടെ കുട്ടിയൊക്കെ, വൈഫിൻ്റെ ചേച്ചിയുടെ കുട്ടിയൊക്കെ, അവളൊക്കെ എപ്പം ലോങ് പോയത് വോമിറ്റ് ചെയ്യുന്നതാണ്. ക്രെട്ടയിലൊക്കെ വെച്ചിട്ട് മൂന്നാറൊക്കെ പോയപ്പോൾ വോമിറ്റ് ചെയ്യും. പക്ഷേ ഇതിലങ്ങനെ വെച്ചിട്ട് ആളെങ്ങനെ വോമിറ്റ് ചെയ്തിങ്ങനെ ഓർക്കും. ഇവിടങ്ങളിലൊക്കെ പോയിട്ടാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ പോയിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്. കാരണം ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ വണ്ടിയുടെ വീതി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കൂടുതലാണ് ബാക്കിയുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ. എസ്പെഷ്യലി ക്രെട്ട നോക്കുമ്പോൾ കുറച്ചുകൂടെ ബാക്കിലൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് 4 പേർക്ക് ഇരിക്കാൻ കുഴപ്പമില്ല. നമ്മളെല്ലാവരും അത്യാവശ്യം സൈസ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ 4 പേർക്ക് സുഖമായിട്ട് ബാക്കിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ സസ്പെൻഷൻ ഒരു നെഗറ്റീവാണ് കമ്പയർ ടു അതർ ബ്രാൻഡ്സ്. ടാറ്റയുടെയൊക്കെ സസ്പെൻഷൻ വളരെ നല്ലതാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യും. പിന്നെ പക്ഷേ ഇതിൻ്റെ അപ്പം ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എല്ലാം കൂടെ ഒത്തു ഇണങ്ങിയിട്ടൊരു സാധനം ആർക്കും കിട്ടില്ലല്ലോ. അതുകൊണ്ട് അല്ലാതെ പിന്നെ വേറെ പിന്നൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അതിപ്പം ഒരുമാതിരിപ്പെട്ട വണ്ടികൾക്ക് എല്ലാം ചിലവ് കുറയ്ക്കാനാണെന്നറിയില്ല, സ്റ്റെപ്പിനി ടയേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല കമ്പനീസ്. അപ്പോൾ അത് കാരണം എസ്പെഷ്യലി നമ്മുടെ ഈ EVയുടെ വണ്ടികളുടെ ടയർ റൊട്ടേഷനും അല്ലെങ്കിൽ ഈ ടയറിൻ്റെ ഈ RPM ഈ റൊട്ടേഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ട് അതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടെ മറ്റേ സാധാരണ വണ്ടികളൊക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റാണെന്ന് തോന്നുന്നു. ഇത് EV സ്പെസിഫിക് ടയേഴ്സൊന്നും അല്ല യൂസ് ചെയ്തിട്ടില്ല, നോർമൽ ടയേഴ്സ് ടയറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും അന്നൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയൊരു സൈലൻസർ വന്ന് ടയറിൽ കൊണ്ടപ്പോഴേക്കും ടയർ പൊട്ടിപ്പോയി. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഇത്രയും നാൾ വണ്ടി ഓടിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. കാരണം യൂഷ്വലി നമ്മൾ സ്പെയർ ടയർ ഇരിക്കുന്നത് സ്പെയർ ടയറായിട്ട് തന്നെ ഇരിക്കാറാണ് പതിവ്. അതൊരിക്കലും നമ്മളങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല. ഈവൻ ഇപ്പം ഇപ്പോൾ ഉള്ള സമയത്തിൽ നമുക്ക് ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ട് പണ്ട് ട്യൂബുള്ള ടയറിൻ്റെ പഞ്ചറാകുമായിരുന്നു, അപ്പോൾ സ്റ്റെപ്പിന് ഇട്ടതായിരുന്നു. പക്ഷേ ഇപ്പം കൂടുതലും ഈ ട്യൂബ്ലെസ് ടയറോടെ ആയതുകൊണ്ട് നമുക്ക് ഈവൻ പഞ്ചറായെങ്കിൽ തന്നെ നമുക്ക് കുറച്ച്
ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എയർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ടയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ടയറിൻ്റെ എയർ കുറച്ച് കുറയുവാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഫ്ലാറ്റ് ടയേഴ്സ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടയറിൻ്റെ പഞ്ചർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് പഞ്ചർ റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പണ്ടെനിക്ക് വാഗണറുണ്ടായിരുന്നപ്പോൾ ഞാൻ ടയർ പഞ്ചറായിട്ട് സ്റ്റെപ്പിൽ മാറി അങ്ങനെ ടയർ മാറാനായിട്ട് എനിക്ക് പറ്റുന്നതായിരുന്നു. അത് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പഞ്ചറാകുമായിരുന്നു. അന്നൊക്കെ ട്യൂബിൾ ടയറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്യൂബ്ലെസ് ടയർ വന്നേ പിന്നെ അങ്ങനെ ടയർ മാറേണ്ടി വന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യത്തിൽ മറ്റൊന്ന് പ്രത്യേകം ഇങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പം ഓടാതെ കിടന്നിട്ട് ടയർ ഫ്ലാറ്റായി. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ മാറ്റിയിട്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ സ്റ്റെപ്പിൻ ടയേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് സെയിം സൈസ് അല്ലെങ്കിൽ തന്നെ കുറഞ്ഞ സൈസുള്ള ടയറാണെങ്കിലും നമുക്ക് കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമാണ് അങ്ങനെയുള്ള. കാരണം എനിക്കന്ന് ആ ബൈക്ക് തട്ടിയപ്പം വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ പൊട്ടിയത് മാത്രമാണ്. എനിക്ക് സ്റ്റെപ്പിന് ഉണ്ടായിരുന്നെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിക്കേണ്ട ആവശ്യം വരുത്തില്ലായിരുന്നു. അന്ന് ഭാഗ്യത്തിന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ട്രീറ്റ്മെൻ്റ് ആയതുകൊണ്ട് റോഡ് സൈഡ് അസിസ്റ്റൻസ് വരാനും അധികം സമയം എടുത്തില്ല. എനിക്കൊരു അറൗണ്ട് ഒരു 1 hour എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു, സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അവർ തന്നെ ടാക്സി അറേഞ്ച് ചെയ്തു. അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ പോയി. പക്ഷേ നമ്മൾ റിമോട്ട് ലൊക്കേഷനുകളിലും വെച്ചിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ വിത്ത് ഫാമിലി ഒക്കെ ആണെങ്കിൽ നമ്മൾ ആകെപ്പാടെ കിട്ടും. അങ്ങനത്തെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. പിന്നെ ഇതിന് കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവ് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ് വരണമല്ലോ. അപ്പോൾ വേറെ അങ്ങനെ നെഗറ്റീവ്സ് പറയാനായിട്ട് കാര്യമായ നെഗറ്റീവ്സ് ഇല്ല. നെഗറ്റീവ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ സ്റ്റാർട്ടായി വരാനായിട്ട് ഒരു കുറച്ച് 30 seconds എടുക്കും. അതൊക്കെ നോർമലാണ്. നമ്മളതൊക്കെ ഇട്ടങ്ങ് ഇത് വണ്ടി ഓണാകുമ്പോൾ തന്നെ അങ്ങ് സ്റ്റാർട്ടായി വരണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സ്റ്റാർട്ടായിട്ട് കുറച്ച് ഒരു 30 seconds എടുത്ത് കഴിയുമ്പോഴേ അത് ഫുള്ള് ലോഡായിട്ട് നമുക്ക് ഈവൻ 360 ക്യാമറയൊക്കെ വരാനായിട്ടും ഒരു 30 seconds നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതത്ര ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ചിലർക്ക് ഇങ്ങനെ ഇഷ്യൂ ആയിട്ട് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ചിലരുടെ ക്യാമറയുടെ കംപ്ലയിൻറ്റ് പറയാറുണ്ട്. പിന്നെ എനിക്കൊരു വേറൊരു ഇഷ്യൂസ് പറ്റിയായിരുന്നു. എൻ്റെ ബാക്കിലത്തെ പവർ വിൻഡോ ഒരു ദിവസം താത്തിട്ട് പിന്നെ പൊങ്ങുന്നില്ല. അതൊരു കോമൺ ഇഷ്യൂ ആയിരുന്നു. മിക്സറിന് വരുന്നൊരു കോമൺ ഇഷ്യൂ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവർ ആ പാർട്ട് റീപ്ലേസ് ചെയ്തായിരുന്നു. ഇപ്പോൾ അതായിട്ട് വലിയ കുഴപ്പമില്ല. അതങ്ങനത്തെ സംഭവം എനിക്ക് സംഭവിച്ചത്. വേറെ അങ്ങനെ ഈ വണ്ടിക്ക് അങ്ങനെ വലിയ പണിയൊന്നും കിട്ടുന്നില്ല. പണിയായിട്ട് കിട്ടിയതാണ് ഈ 2 പണികളുമാണ് കിട്ടിയത്. അപ്പോൾ നമ്മളുടെ ടയറിൻ്റെ പ്രശ്നവും പിന്നെ നമ്മുടെ പവർ വിൻഡോ കംപ്ലൈൻ്റായി. അതിന് ആ സമയത്ത് മഴയൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. മഴക്കാലത്തൊക്കെ അങ്ങനെ പവർ വിൻഡോ ഒക്കെ കണ്ടിട്ട് താത്തിട്ട് പിന്നെ ഞാൻ ഒരു വിധത്തിൽ പ്രഷർ ചെയ്ത് കൈകൊണ്ട് ഇങ്ങനെ തള്ളിയാണ് പിന്നെ ഒരു വിധത്തിൽ നോക്കിയിട്ട് ഞാൻ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ടായി നിർത്തി. അങ്ങനെ ഒരു സംഭവം. അത് പക്ഷേ ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും നമ്മൾക്ക് ഓൾറെഡി പല കസ്റ്റമേഴ്സിനും ഇങ്ങനത്തുള്ള ചലഞ്ചസ് വരുമ്പോൾ നമ്മളെപ്പോഴും പ്രിപ്പയർഡാണ്. നമ്മളെപ്പോഴും ഇത് നമ്മുടെ വണ്ടിക്കും സംഭവിക്കാമെന്ന് നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ചും EP ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ആക്റ്റീവ് ആയിരിക്കും. ഇങ്ങനെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രയോജനമൊക്കെ നമുക്ക് നമ്മുടെ വണ്ടി സംഭവിച്ചില്ലെങ്കിലും കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്കും അതിനകത്ത് പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഈ 10 ഇഞ്ചിൻ്റെ സ്പാനറും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വണ്ടിയിൽ കരുതാൻ തുടങ്ങി. കാരണം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി എന്തെങ്കിലും സംഭവിച്ച് വഴിയിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ബാക്കി പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ ഐസ് വണ്ടികളാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് എന്തെങ്കിലും അവരുടെ അടുത്തൊന്ന്, കാരണം മെക്കാനിക്കൽ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് കിട്ടും. പക്ഷേ ഇലക്ട്രിക് വണ്ടികൾക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിക്കുക, വണ്ടി എടുത്ത് ടോ ചെയ്ത് നമ്മുടെ
സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോവുക, റെഡിയാക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു, കാരണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള EV ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സർവീസ് സെൻറ്ററിലുള്ള ടെക്നീഷ്യൻസിനെ കഴിഞ്ഞ് കുറച്ചുകൂടി നോളജ് ഉള്ള ആൾക്കാരാണ് ഗ്രൂപ്പുകളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവാണ് നമ്മുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളും ടെലിഗ്രാം ഗ്രൂപ്പുകളും. എന്നെ സംബന്ധിച്ച് വളരെ യൂസ്ഫുള്ളാണ്. കുറേ ഇൻഫർമേഷൻസ് നമുക്കതിൽ ഫുൾ ടൈം നോക്കാൻ പറ്റുന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇഷ്യൂ വരുമ്പോഴെങ്കിലും നമുക്കത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. നമുക്ക് ആ DC ചാർജിങ് ഇഷ്യൂ വന്നപ്പോൾ എല്ലാവരും പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ചാർജിങ് സ്റ്റേഷൻസാണ് മിൻസർ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ലോങ് റൂട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മിൻസറിൻ്റെ ഓരോ കാര്യങ്ങൾ. ഞാനിപ്പം തിരിച്ച് പാലക്കാട് പോകുന്നത്, ഞാൻ ആദ്യം ചേർത്തല വഴി LH കൂടെ തന്നെ പോകാമെന്ന് കരുതി. പക്ഷേ ആ വഴിയെല്ലാം ഭയങ്കരമായിട്ടും ബ്ലോക്ക് കാണിക്കണം. അത് കാരണം ഞാൻ MC റോഡ് വഴി തന്നെ പോകാമെന്ന് വിചാരിച്ചു. MC റോഡ് ഒരുമാതിരി ഹെറ്റിക്കാണ്, ചില എത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു LHൻ്റെ പണി തീരുന്നിടം വരെ ഈ വഴി പോകുന്നതായിരിക്കും. ചിലപ്പം ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വന്നെത്തും എന്ന് പറയാൻ പറ്റില്ല. ഈ 264 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നമുക്ക് 238 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്യാൻ. അപ്പം ഇടയ്ക്ക് ഒരു ചാർജ് ചെയ്യാതെ വേണമെങ്കിൽ നമ്മളവിടെ വരെ എത്തും എന്നാണ് പറയേണ്ടത്. അപ്പം നമുക്ക് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വാർത്തകളുമായിട്ട് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരാം. അങ്ങനെ അവസാനം നമ്മൾ അങ്കമാലി എത്തി. ഇപ്പം നമ്മുടെ സ്പീഡോമീറ്ററിൽ 191 കിലോമീറ്റർ കഴിഞ്ഞു. 39% ചാർജ് ബാക്കിയുണ്ട്. 122 കിലോമീറ്ററോടെ പോകും. നമുക്കിനി ഒരു 100 കിലോമീറ്റർ 110 കിലോമീറ്റർ നമുക്ക് ഈ ആവശ്യം വേണ്ടി വരുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ MC റോഡ് വഴിയാണ് വന്നത്. MC റോഡ് വഴി വന്നുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇന്ന് വഴിയെല്ലാം ഫ്രീ ആയിരുന്നു. അതുപോലെ NH ആയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പക്ഷേ കുറച്ച് വളവും തിരിവുമാണ്, കയറ്റവും ഇറക്കവും എല്ലാം ഉണ്ട് മൂവാറ്റുപുഴ വഴി വരുമ്പോഴേ. പിന്നെ ഇടയ്ക്കൊന്ന് ചായ കുടിച്ചു. ഇടയ്ക്ക് നല്ലപോലെ ഉറക്കം വന്നപ്പം ഒന്ന് ചായ കുടിച്ചു. ചായ ഇപ്പം കിട്ടാൻ വലിയ പാടാണ്. എല്ലായിടത്തും LPGയുടെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ചായയുടെ കാര്യം, LPGയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിലൊരു LPG സിലിണ്ടർ നിറച്ചൊരു വണ്ടി പോകുന്നു. ഏതോ ഭാഗ്യവാന്മാർക്ക് ഉള്ള LPG ആണെന്ന് തോന്നുന്നു. അപ്പം എല്ലായിടത്തും LPG ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഓടൊന്നും ചായ കിട്ടില്ല. അപ്പോൾ ഭാഗ്യത്തിന് മൂവാറ്റുപുഴ വരുന്ന വഴി ഒരു ചെറിയൊരു കടയിൽ ചോദിച്ചപ്പോൾ ചായ ഉണ്ടായിരുന്നു. നല്ല സ്ട്രോങ് ചായ കുടിച്ചു. ഉറക്കമൊക്കെ പമ്പ കടന്നു. പിന്നെ ഞാനൊരു ചെറിയൊരു തല്ലുകൊള്ളിത്തരമാണ് ബേസിക്കലി. ടൈം പോകാനായിട്ടും ഉറക്കം വരാതിരിക്കാനായിട്ടും നമ്മുടെ 14-ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് യൂട്യൂബ് അതുപോലെ ബാക്കിയുള്ള OTT ആപ്ലിക്കേഷൻസ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഇത് ലോക്കലി പർച്ചേസ് ചെയ്തതാണ്. ഈ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ കളയുമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ആക്ച്വലി അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. ജസ്റ്റ് ഓഡിയോ മാത്രമേ ഞാനങ്ങനെ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ
സിനിമകളൊക്കെ ഇങ്ങനെ അതിലും അവിടെ കിടന്ന് പ്ലേ ചെയ്യും. നമ്മൾ അങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. നമ്മൾ വണ്ടി ഓടിക്കുക, പിന്നെ നമുക്കൊരു ടൈം പാസിന് വേണ്ടിയിട്ട് അതൊരു സൈഡിൽ കൂടെ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് സമയം വെക്കും. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പം എവിടെയെങ്കിലുമൊക്കെ വണ്ടി ചാർജ് ചെയ്യാനൊക്കെ ഇടുമ്പോൾ വേണമെങ്കിൽ നമുക്കിത് പ്ലേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മൾ തന്നെ ചാർജ് ചെയ്യാനായിട്ട് പബ്ലിക് ചാർജേഴ്സിൽ ചാർജ് ചെയ്യാനായിട്ട് ഇൻ കേസ് ഏതെങ്കിലും ഹോട്ടലിലൊന്നും അല്ലാത്ത സ്ഥലത്താണെങ്കിൽ. ഹായ്, അങ്ങനെ നമ്മൾ കുതിരാൻ്റെ അടുത്ത് എത്താറായിരിക്കുകയാണ്. ഇതുവരെ ഓടിയ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 245 കിലോമീറ്റർ ഓടി. ഇനി 22% മിച്ചമുണ്ട്. 67 കിലോമീറ്റർ. ഇനി ഇവിടുന്നൊരു 10-40 കിലോമീറ്റർ പാലക്കാട്ടേക്കുള്ളൂ തോന്നുന്നു. അത്യാവശ്യം നല്ല പുകയുന്ന വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലായിരുന്നു. അങ്ങനെ സ്പോർട്സ് മോഡിലാണെങ്കിലും അധികം പവറൊന്നും കൺസ്യൂം ചെയ്യുന്നില്ല. പവർ കൂടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ കാല് കുറയ്ക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് പോകുന്നത്. ഇത് പിന്നെ വഴിയിലൊന്നും വലിയ തിരക്കില്ല, അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും വന്നില്ല. ഈവൻ നമ്മുടെ മൂവാറ്റുപുഴ ആണെങ്കിലും അങ്കമാലി ആണെങ്കിലും എല്ലാം വഴി നല്ല സ്മൂത്തായിരുന്നു. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം വീടുകളിൽ വിശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം കുതിരാൻ കൂടെ കയറിയിട്ട് ഇടയ്ക്കൊന്നൊരു ചായ കുടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇനിയും തലവേദന എടുക്കുന്നുണ്ട്. ഒരു ചായയും കൂടെ കുടിച്ചാൽ കൊള്ളാം. നമ്മുടെ വടക്കഞ്ചേരി കഴിഞ്ഞിട്ടൊരു ബൂസ്റ്റർ കോഫി ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല ബൂസ്റ്റർ ചായ കിട്ടും. അങ്ങനെ നമ്മൾ കുതിരാനിലെ തുരങ്കത്തിൽ കയറി. സ്പീഡ് ലിമിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആക്ച്വലി. ഇടയ്ക്ക് ഞാൻ നേരത്തെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ മൊബൈലിൻ്റെ ചൂട് കൂടിയിട്ട് വീഡിയോ കട്ടായിപ്പോയി. അതുപോലത്തെ വെയിലാണ് ആക്ച്വലി. അത്യാവശ്യം 23-ലൊക്കെയാണ് ഞാൻ ഇട്ടിട്ട് വന്നത്. സാധാരണ നോർമലി ഞാൻ 24-25-ലൊക്കെയാണ് AC ഇടാറ്. ഇത് പിന്നെ ഇലക്ട്രിക് വണ്ടികളുടെ എല്ലാം പൊതുവെ ആ ഒരു കാര്യം സംഭവമാണ്. നമുക്ക് ഈ ഓട്ടോമാറ്റിക് AC ഇട്ടാൽ സാധാരണ നോർമലി നമ്മളിപ്പോൾ ഒരു നല്ല ചൂടുള്ള സമയത്ത് ഈ പെട്രോൾ വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ AC ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് AC ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 23 സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുന്നിടം വരെ നല്ലപോലെ ഫാൻ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കൂളാവും. എന്നിട്ട് ആണ് നമ്മൾ ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് AC എന്ന് പറഞ്ഞിട്ട് ഓട്ടോ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ സ്പീഡെല്ലാം കുറയും. എന്താണ് സംഭവം എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അതുപോലെ AC-യുടെ ടെമ്പറേച്ചറും ബാക്കിയുള്ള പെട്രോൾ വണ്ടി പോലെ തന്നെ ഇലക്ട്രിക് വണ്ടികളുടെ പൊതുവേ ആൾക്കാർ പറയുന്നതാണ് AC അത്ര എഫക്റ്റീവില്ല. എന്താണ് സംഭവം എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ മാനുവലി ഫാൻ സ്പീഡ് കൂട്ടി ടെമ്പറേച്ചർ കുറച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. കുറച്ചെങ്കിലും ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല. നമുക്ക് ഒത്തിരി നേരം നമ്മൾ വേർത്ത് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനടുത്തുനിന്ന് AC ആക്കി ഒന്ന് കറക്റ്റായിട്ട് ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരും. അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഡ്രോബാക്കാണ്. അപ്പം ഇനി ഒരു ടോള് കഴിഞ്ഞു, പാലിയേക്കര. ഇനി പന്തിയങ്കര ടോളുണ്ട്. 2 ടോളിൻ്റെ ഒക്കെ റേറ്റ് കൂട്ടി. ഞാൻ പിന്നെ ആനുവൽ പാസ് എടുത്തിട്ടുണ്ട്. അപ്പം അത് കാരണം ടോള് നമ്മളെ ഇപ്പം ബാധിക്കുന്ന കാര്യമല്ല. ഇനി ഇവിടെ എല്ലാം വർക്ക് നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതിഭയങ്കരമായൊരു ഇഷ്യൂസ് ഇല്ല. ഇന്ന് തിരക്കില്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ
ഒരു ബ്ലോക്കിൽ കിടക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രിക് വണ്ടി ഉള്ളത് കൊണ്ടുള്ളൊരു പ്രയോജനം. ഞാനിപ്പം ക്രെറ്റ എടുത്ത് വരികയായിരുന്നെങ്കിൽ ഇപ്പം മിക്കവാറും ഒരു 10,000-4,000 രൂപയുടെ പെട്രോൾ എൻ്റെ അടുത്ത് കത്തിയത്. ഇതായതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് വന്ന കാരണം ഇനി പാലക്കാട് എത്തിയിട്ട് കുത്തിയിട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് പെട്രോൾ അടിക്കണ്ട എന്നുള്ളൊരു ഉപകാരം ഉണ്ട്. പിന്നെ EVയുടെ ടെക്നോളജി എല്ലാം ഓരോ ദിവസം കൂടുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം നമ്മുടെ ഈ MGയുടെ ഈ വിൻസ്റ്ററിനൊക്കെ എന്ന് പറഞ്ഞാൽ LFP ബാറ്ററിയാണ്. ഹുണ്ടയുടെയൊക്കെ NMC ബാറ്ററിയാണ്. അപ്പം അതുമല്ല നമുക്ക് ആക്ച്വലി ഇപ്പം ശരിക്കും ഈ എൻ്റെ വണ്ടിയുടെ ഈ ചാർജിങ് സ്പീഡ് DC ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നത് മാക്സിമം 45 കിലോവാട്ട് സ്പീഡ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ സമയം നമുക്ക് എടുക്കുന്നത്. പുതിയ വണ്ടികൾ വരുമ്പം നമുക്ക് ടെക്നോളജി അഡ്വാൻസ് ആകുന്നതനുസരിച്ചിട്ട് ഈവൻ ചെറിയ വണ്ടി ഇപ്പം പുതിയ പഞ്ചൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അതിനകത്ത് സ്പീഡ് എനിക്കൊന്ന് 60-65 കിലോവാട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പം ഭയങ്കരമായിട്ടും സ്പീഡിൽ നമുക്ക് ചാർജ് ചെയ്യാം. നമുക്ക് ആ ചാർജിങ് ടൈം ഭയങ്കരമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതൊക്കെയാണ് പുതിയ സമയം പോകും തോറും നല്ല ടെക്നോളജീസ് വന്നിട്ട് ചാർജിങ് ടൈം കുറയും. ഇപ്പം ഗോയിസിയുടെ ചാർജേഴ്സൊക്കെ ആണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലത്തും 60 കിലോവാട്ടിൻ്റെ ചാർജറാണ് ഗോയിസിക്കൊക്കെ ഉള്ളത്. ഇപ്പം 30 കിലോവാട്ട് ചാർജറൊക്കെ വളരെ ചുരുക്കമാണുള്ളത്. അപ്പോൾ ഈ 60 കിലോവാട്ട് ചാർജർ എൻ്റെ വണ്ടി 60 കിലോവാട്ട് ചാർജിൽ കുത്തിയിട്ടാലും അതിൻ്റെ മാക്സിമം ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത് 45 കിലോവാട്ടേ ഉള്ളൂ. ബാക്കി 15 കിലോവാട്ട് നമ്മുടെ വണ്ടിക്ക് ചാർജ് ആകില്ല. അപ്പം പക്ഷേ ഇപ്പം പഞ്ചൊക്കെ ആണെങ്കിൽ 60 കിലോവാട്ട് 65 കിലോവാട്ട് ചാർജിങ് സ്പീഡ് ഉള്ളപ്പം അവർക്ക് കുറച്ചുകൂടി സ്പീഡിൽ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റുകൾ വരാൻ പോകുന്നത് ഫ്യൂച്ചറിൽ. അപ്പം ഈ മഹീന്ദ്രയുടെ B6 XCV 90 ഒക്കെ ആണെങ്കിൽ 180 കിലോവാട്ടാണ് അതിൻ്റെ. അപ്പോൾ 180 കിലോവാട്ട് ചാർജർ ഉണ്ടെങ്കിൽ ഇപ്പം 60 കിലോവാട്ട് ഇപ്പോൾ കോമൺ ആയി. ഇനി 120, 180, 200, 240 ഒക്കെ ഒരു 1-2 വർഷത്തിനുള്ളിൽ കൂടുതൽ ചാർജേഴ്സ് ഇറങ്ങുന്നതെല്ലാം പുതിയ ചാർജേഴ്സ് എല്ലാം ഹൈ എൻഡ് ചാർജർ ആയിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 20% ഒരു 80% നമ്മുടെ വണ്ടിക്ക് ചാർജ് കയറുവാണെങ്കിൽ നമ്മളുടെ സമയവും പോവില്ല. നമുക്ക് ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് വരുമ്പോഴേക്കും നമ്മുടെ വണ്ടി ഫുൾ ചാർജ് ആക്കണം. അപ്പോൾ അതൊക്കെയാണ് ഈ ഫ്യൂച്ചറിൽ വരുന്ന ചേഞ്ചസ് വരുന്നത്. ബാറ്ററി ടെക്നോളജി മാറും, റേഞ്ച് കൂടും, അതുപോലെ ചാർജിങ് സ്പീഡും നല്ലപോലെ വ്യത്യാസം വരും. അപ്പോൾ ഏതായാലും ഹൈബ്രിഡ് വണ്ടി ആണോ ഇലക്ട്രിക് വണ്ടിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ആൾക്കാർക്ക് ഇപ്പോഴും ഉണ്ടല്ലോ. ഹൈബ്രിഡ് കുറച്ചാൾ കാണും, പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ ഫ്യൂച്ചർ ഇലക്ട്രിക് തന്നെ ആവാനാണ് ചാൻസ്. അതിനിടയ്ക്ക് ബാക്കിയുള്ള ഫ്യൂവൽസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഇനി എല്ലാം കൂടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരാനായിട്ട് കാരണം ഇലക്ട്രിക് അതിൽ R&D കൂടുതൽ നടക്കുന്നുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് വണ്ടികളിലേക്കാണല്ലോ. അപ്പം അറിയില്ല ഫ്യൂച്ചർ എങ്ങനെയാണെന്ന്. പക്ഷേ നമുക്ക് ഓട്ടോ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് അധികം മെയിൻ്റനൻസ് ഒന്നുമില്ല. നമുക്ക് ഈ MGയുടെ എൻ്റെ വിൻസറാണെങ്കിൽ നമുക്ക് സർവീസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എവറി 15,000 കിലോമീറ്ററാണ്. അപ്പോൾ എനിക്കിപ്പോൾ അടുത്ത സർവീസ് 30,000-ലാണ്. സാധാരണ പെട്രോൾ വണ്ടിക്കൊക്കെ 10,000 കിലോമീറ്റർ ആണല്ലോ സർവീസ് വരുന്നത്. ആ 10,000 കിലോമീറ്ററിൽ എങ്ങനെ വെച്ചിട്ടൊരു 5,000 രൂപ സർവീസ് ചാർജ് വന്നു കഴിഞ്ഞാൽ ഒരു 30,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ വെച്ചിട്ടൊരു 10,000-15,000 20,000 ഒരു ഇത് വരും. ആ ഒരു 20,000 സമയത്ത് നമുക്കൊരു എവറി 15,000 കിലോമീറ്ററിലാണ് നമ്മുടെ വണ്ടിയുടെ ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 30,000 എന്ന് പറയുമ്പോൾ ഒരു 20,000 ആണെങ്കിൽ ഇതിനൊരു 5,000 6,000 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10,000 റുപ്പീസിനുള്ളിൽ കോസ്റ്റ് കഴിയും. അപ്പം പകുതിയാവുന്നുള്ളൂ. മെയിൻ്റനൻസ് കോസ്റ്റും ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ പകുതി കാശ് ആവുള്ളൂ.
അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബെനിഫിറ്റുകളുണ്ട് ഈ ഇത് കൂടാതെ. അങ്ങനെ അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അങ്ങനെ വലിയ നഷ്ടമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ റീസെയിൽ വാല്യൂൻ്റെ കാര്യം വളരെ മോശമായിരിക്കും, റീസെയിൽ വാല്യൂ. പക്ഷേ വണ്ടികൾ കൂടുതൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ ഇത് 15 വർഷം ബാറ്ററി വാറണ്ടി പറയുന്നുണ്ട് വണ്ടിക്ക്. പക്ഷെ അതിന് അവർ കുറേ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 4 DC ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ചാർജിങ് കഴിഞ്ഞാൽ ഒരു ഫുൾ AC ചാർജ് ചെയ്യണം, അത് മാൻഡേറ്ററി ആണ്. അത് 4 DC ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ AC ചാർജിങ് ആണ്. DC നമ്മളിപ്പം ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 70% ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 3 പ്രാവശ്യം അങ്ങനെ 4 പ്രാവശ്യം ഓപ്പർച്യൂണിറ്റി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു ഫുൾ AC, അതായത് ഒരു 30% മുതൽ 100% വരെ ഫുൾ ഒരു AC ചാർജിങ് ചെയ്യണം. ഐദർ AC ഫാസ്റ്റ് ചാർജിങ് ഒരു AC സ്ലോ ചാർജിങ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ എനിക്കൊരു 7.3 kW ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജർ കൊണ്ടുവന്നാൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് കണക്ട് ചെയ്തിട്ട് നേരെ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതിൻ്റെ ഒരു പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് നമുക്കൊരു 3 ഫേസ് കണക്ഷൻ ആയിരിക്കണം വീട്ടിൽ. എൻ്റെ വീട്ടിൽ സിംഗിൾ ഫേസ് കണക്ഷനേ ഉള്ളൂ. അപ്പോൾ ആ സിംഗിൾ ഫേസ് കണക്ഷനിൽ, കാരണം ഇതിന് ഒരു കണക്റ്റഡ് ലോഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി, നമ്മുടെ KCB കണക്ഷന്. അതായത് നമുക്ക് സിംഗിൾ ഫേസ് കണക്ഷനാണ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കണക്റ്റഡ് ലോഡ് കിട്ടുന്നത് 5 kW ആണ്. അതായത് നമ്മളുടെ വീട്ടിൽ കുറേ പ്ലഗ് പോയിൻറ്റ്സ് കാണും, മറ്റേ പവർ പ്ലഗ് പോയിൻറ്റ്സ് കാണും, ഫാനിൻ്റെ പോയിൻ്റ് കാണും, അതുപോലെ AC പോയിൻ്റ് കാണും. അപ്പം അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര യൂണിറ്റ് വെച്ചിട്ട് കൺസപ്ഷൻ ആവും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് മൊത്തത്തിൽ 5 kW വരെ നമുക്ക് ലോഡ് അത് സപ്പോർട്ട് ചെയ്തു. അപ്പം ആ ഫ്യൂസും നമ്മുടെ വീട്ടിൽ മീറ്റർ ഉണ്ടല്ലോ, മീറ്ററിൻ്റെ അവിടുത്തെ ഫ്യൂസും നമുക്ക് 16 amps ഫ്യൂസൊക്കെ ആയിരിക്കും. അപ്പം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ 7.3 kW ചാർജ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മുടെ വീട്ടിൽ 5 kW കണക്റ്റഡ് ലോഡ് മാക്സിമം പറ്റുള്ളൂ. അപ്പം അതിനെ കഴിഞ്ഞ് കൂടുതലുള്ളൂ 7 kW. അപ്പം നമുക്ക് ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് മാറ്റിയിട്ടത് 3 ഫേസ് ആക്കണം. 3 ഫേസ് ആക്കുമ്പോൾ നമ്മുടെ പോസ്റ്റിൽ നിന്ന് വരുന്ന സർവീസ് വയർ വരെ നമ്മൾ മാറ്റേണ്ടി വരും. അത് എനിക്കൊന്ന് മിനിമം 16 amps വയറിടണം. അതുപോലെ നമ്മളുടെ അവിടെ ഫ്യൂസിൻ്റെ എല്ലാം മാറണം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ പറഞ്ഞിട്ട് അവർ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് അവർ ഒരു സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് 3 ഫേസ് ആക്കി മാറ്റിയിട്ട് നമ്മുടെ കണക്റ്റഡ് ലോഡ് ഫുള്ള് നോക്കണം. ചിലപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് നല്ല ലോഡ് കാണുമായിരിക്കും. കാരണം നമ്മൾ എല്ലാ വീടുകളിലും ഇപ്പം AC ഒക്കെ ഒരു ലക്ഷറി അല്ലല്ലോ, അതൊരു നെസസിറ്റിയാണ്. അപ്പം എല്ലാ വീടുകളിലും 2-3 AC കാണും. അപ്പം അങ്ങനെ ഫുള്ള് ലോഡ് നോക്കി വരുവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 5 kW വരെ നമ്മുടെ ശരിക്കും ലോഡ് വരുവാണെങ്കിൽ 10 kW 15 kW വരും. കാരണം എൻ്റെ ഇതിൽ തന്നെ 3 ഫേസ് കണക്ഷൻ ഉണ്ടായിരുന്നു. 3 ഫേസ് കണക്ഷൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ വീട്ടിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ 3 ഫേസ് കണക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അവിടെ സർവീസ് വയറിന് അത്ര ഗേജുള്ള സർവീസ് വയർ അല്ലായിരുന്നു. അതുപോലെ കണക്റ്റഡ് ലോഡ് എന്തോ 10 kW കണക്റ്റഡ് ലോഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവർ ലോഡ് കൂടിയപ്പം വീടൊന്ന് റിനോവേറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോഡ് കൂടി കഴിഞ്ഞപ്പം ഞാൻ ഈ ഫാസ്റ്റ് ചാർജർ അവിടെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഫ്യൂസ് അടിച്ചു പോവാണ്. പിന്നെ അപ്പോൾ എനിക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്കത് ഫാസ്റ്റ് ചാർജർ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ വീട്ടിൽ കണക്റ്റഡ് ലോഡ് കൂട്ടി സർവീസ് വയറിൻ്റെ ഗേജ് കൂട്ടിയ വയറിട്ട് 32 amps ഫ്യൂസ് വെച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു അറൗണ്ട് ഒരു 50,000 റുപ്പീസിനടുത്ത് നമുക്ക് ഒരു ചിലവ് വരും. അപ്പം അതെല്ലാം മാറ്റിയിട്ടാണ് നമുക്ക് ഇതെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് നമുക്കിപ്പം സ്മൂത്തായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. നമ്മളിപ്പം പല കമ്പനിക്കാരും നമ്മളോട് പറയില്ല. അവർ പറയും വണ്ടിയുടെ കൂടെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്, വീട്ടിൽ ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര 6 മണിക്കൂറുണ്ട് നമുക്ക് ഫുള്ള് ചാർജ് ചെയ്യാം, ഒരു പ്രശ്നമില്ല സാറ് കൊണ്ടുപോകണം പറയും. പക്ഷെ നമ്മളത്
ചിലർ കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരും. 11 കിലോ വാട്ടിൻ്റെയൊക്കെ ഫാസ്റ്റ് ചാർജർ മഹീന്ദ്ര വണ്ടി വാങ്ങിക്കുന്നവരൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ആക്ച്വലി ഫ്ലാറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവനോട് ഷോറൂമിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് പറഞ്ഞ്, സാറേ നമുക്ക് ഒന്നും കൊണ്ട് പേടിക്കണ്ട, 79 കിലോ വാട്ട് ബാറ്ററി ആണെങ്കിലും 11 കിലോ വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വാങ്ങിച്ചാൽ മതി, ഒരു 75,000 രൂപയുള്ളൂ. അത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് നല്ല ഒരു 6-7 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ആകും. പിന്നെന്താ പേടിക്കണ്ടേ, 500 കിലോമീറ്റർ ഓടാനായിട്ട് 7 മണിക്കൂർ കുത്തിയിട്ടാൽ മതി. ബേസിക്കലി അവൻ്റെ ഫ്ലാറ്റാണ്. അവിടെ സ്ലോ ചാർജിങ് പോലും നടക്കാനായിട്ട് വലിയ പാടാണ്. പവർ പ്ലഗ് പോലും ഇല്ല ഈ പാർക്കിംഗ് ഏരിയയിൽ. എന്നിട്ട് അവൻ എന്നോട് വന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഏട്ടാ നിനക്ക് അവിടെ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല. കാരണം അവനെ കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ അതെല്ലാം ഓർഡർ ചെയ്തത്, ബുക്ക് ചെയ്തപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്തപ്പോൾ എന്നിട്ട് ഞാൻ എന്നിട്ട് ആ സെയിൽസ് എക്സിക്യൂട്ടീവ് വെച്ചപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് പറയുന്നത്, സാർ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നമുക്കതൊക്കെ അവർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തന്നോളൂ. അവർ വന്ന് ഇൻസ്റ്റാൾ തരുന്നതിനകത്തല്ലോ കാര്യം, നമുക്ക് ലോഡ് താങ്ങാനായിട്ടുള്ളൊരു കപ്പാസിറ്റി വേണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. നമുക്കിപ്പം സിംഗിൾ ഫേസ് ആണെങ്കിൽ അതൊരു 3 ഫേസ് ആക്കി ലോഡ് കൂട്ടി വരുമ്പം നമുക്കൊരു അറൗണ്ട് ഒരു 50,000 to 70,000 നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അതാരും നോക്കത്തില്ല. കാരണം നമുക്കപ്പോൾ ഫാസ്റ്റ് ചാർജർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഫസ്റ്റ് ടൈം നമ്മൾ ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മളിതിനെക്കുറിച്ചൊന്നും നമ്മൾ ജസ്റ്റ് മൊബൈൽ ചാർജ് ചെയ്യുന്നതിൽ കുത്തുക, ചാർജ് ചെയ്യുക, ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര ചിന്തിക്കില്ല. അല്ലെങ്കിൽ അതേപോലെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ്സോ സെയിൽസ് മാനേജർമാരാണെങ്കിൽ ഓക്കെയാണ്, അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ നമുക്കിങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് കൂടെ മാത്രമേ നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഞാനാദ്യം വിചാരിച്ച് 3 ഫേസ് ഉണ്ടെങ്കിൽ മതി, പിന്നെ വേറെ പ്രശ്നം വരത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ എന്നിട്ട് എനിക്ക് പണി കിട്ടി. 3 ഫേസ് ഉണ്ടായിട്ട് കൂടി കണക്റ്റഡ് ലോഡ് ഇല്ലാഞ്ഞത് കാരണം, ഫ്യൂസിൻ്റെ കപ്പാസിറ്റി കുറവായത് കാരണം എൻ്റെ അത് ഫ്യൂസ് അടിച്ച് പോകുമായിരുന്നു. പിന്നെ ഞാൻ ആ കണക്റ്റഡ് ലോഡ് മാറ്റി, സർവീസ് വയർ മാറ്റി എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയത്. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൂസ്റ്റർ ചായയുടെ അടുത്തെത്താറായിട്ടുണ്ട്. ഒരു ചായ കുടിച്ചിട്ടാണ് നമ്മളുടെ അടുത്ത യാത്ര. ഓക്കെ, അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ചാർജ് ചെയ്യേണ്ടി വന്നില്ല. അറൗണ്ട് ഒരു 294 കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിയിട്ടുണ്ട്. ഇനിയും ഒരു 6% ചാർജ് വണ്ടിയിൽ മിച്ചമുണ്ട്. അപ്പോൾ ഒരു അറൗണ്ട് ഒരു 20 കിലോമീറ്റർ ഓടാനുള്ള 18 കിലോമീറ്റർ ഓടാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിലൊരു 310 കിലോമീറ്റർ നമുക്ക് കിട്ടേണ്ടതാണ്. ഞാൻ വണ്ടി വീടിൻ്റെ അങ്ങോട്ടേക്ക് പതുക്കെ തിരിക്കട്ടെ. അങ്ങനെ നമ്മൾ വിജയകരമായി നമ്മളുടെ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചിരിക്കുന്നു. മൊത്തം 293 കിലോമീറ്റർ, 294 കിലോമീറ്റർ, 6% ഇനി മിച്ചമുണ്ട്. ഇപ്പോഴും AC ഒക്കെ ഓണാണ്. 24:03. ഇന്ന് അതുപോലത്തെ ചൂടായിരുന്നു, ഭയങ്കര ശക്തമായ ചൂടായിരുന്നു. വണ്ടി ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന മൊബൈൽ വരെ ചൂടായതുകൊണ്ട് ഓഫായെന്നും പറഞ്ഞ് എഴുതി കാണിച്ചു. അപ്പോൾ എന്നിട്ടും നമുക്ക് ഈ ഒരു റേഞ്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം, അതും ഇപ്പോഴും നോക്കിയാൽ അറിയാം, സ്പോർട്സ് മോഡിലാണ് വണ്ടി. സ്പോർട്സ് മോഡിൽ ഈ റേഞ്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അത്യാവശ്യം MG പറയുന്ന റേഞ്ച് തന്നെ തരുന്നു എന്നുള്ളതിന് തെളിവാണ്. ഞാൻ ഇപ്പോൾ ഒരു കായംകുളത്തുനിന്ന് പുറപ്പെട്ടത് ഏകദേശം 1 മണി ആറായപ്പോഴാണ്. 2 പ്രാവശ്യം ചായ കുടിക്കാൻ കയറി ഒരു അരമണിക്കൂർ പോയി കാണും. അപ്പം ഇപ്പം സമയം 7 മണിയായി.
അപ്പം 1 മണി കൂട്ടുകയാണെങ്കിലും ഒരു 6 മണിക്കൂർ കൊണ്ട് കായംകുളത്തുനിന്ന് പാലക്കാട് എത്തി. ഇന്ന് റോഡിൽ തിരക്കില്ലായിരുന്നു, അത് ശരിയാണ്. എനിവേസ്, അപ്പം ഇതൊരു എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഇതുപോലുള്ള എന്നെക്കൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.